നല്ല പാല് പോലത്തെ നിലാവ്, തണുത്ത കാറ്റ്, ഐശ്വര്യമുള്ള രാത്രി. ഇങ്ങനെ നടക്കുന്ന എനിക്കൊരു സുഖ. പെണ്ണ് കെട്ടുന്നത് വരെ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. എനിക്കാണെങ്കിൽ ഈ നൈറ്റ് വീറ്റ് എന്ന് കേട്ടാ കല്യ. പുറത്ത് ഇങ്ങനെ നിലാവ് വീഴുമ്പോ വീട്ടിനകത്ത് എനിക്ക് എന്റെ ആയുസോനും കെട്ടിപ്പിടിച്ചെടുക്കുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ. ഓ എന്റെ പൊന്നുമോളെ. ആയിഷ അബ്ദുഖാന്റെ ഭാര്യയല്ലേ? ഭാര്യ മോളെന്നാ വിളിക്ക? ഈ സ്നേഹമുള്ള ഭർത്താവിന് ഭാര്യ മോളാണെന്ന് തോന്നും, ചിലപ്പോ ഉമ്മാണെന്ന് തോന്നും. ഒരാളെ മടിയിൽ മറ്റൊരാൾ തല വെച്ചെടുക്കുന്ന സമയത്താണ് അങ്ങനെയൊക്കെ തോന്നുന്നേ. പിന്നെ പെണ്ണിന്റെ തനി സ്വരൂപം കാണിക്കുമ്പോ ഇവരീസാണെന്നും തോന്നും. ഇതൊക്കെ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടാണ് കാര്യം. വയസ്സ് 19 ഒരു പെണ്ണിന്റെ മണം നീ അറിഞ്ഞിട്ടുണ്ടോ? 30? എനിക്ക് വയസ്സ് 32 കഴിഞ്ഞു. 20ാമത്തെ വയസ്സ് മുതൽ ഞാൻ കല്യാണം സ്വപ്നം കണ്ടു തുടങ്ങിയതാ. എന്ത് ചെയ്യാം, അച്ഛനും അമ്മയ്ക്കും ആ വിചാരം വേണ്ടേ? ഇപ്പോഴും മോന്റെ വായിൽ മുലപ്പാല് മണക്കുന്നു എന്നാണ് നിന്റെ അമ്മയുടെ വിചാരം? അതല്ല അബ്ദുക്ക, ഞാൻ മരണം വരെ പെങ്ങന്മാരെ നോക്കണം. ഇപ്പൊ പെണ്ണ് കെട്ടിയ പെങ്ങന്മാരെ നോക്കുന്ന ആരാണെന്ന അമ്മയുടെ ചോദ്യം. കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ പെങ്ങന്മാരെ കെട്ടിയോമാരെ നോക്കണം. ഞങ്ങളുടെ തറവാട്ടിലൊരു പ്രത്യേക ചിട്ടയാ, പെണ്ണുങ്ങൾ അകത്തും ആണുങ്ങൾ പുറത്തും. അത് ശരി, പിന്നെ എങ്ങനെയാണ്? മുങ്ങിന്നാ തോന്നണേ. കള്ള കഴിവേറ് നമ്മളെ ശരിക്കൊന്ന് വെച്ചു. ആരായിരിക്കും? ഈ ആഴ്ച നമ്മളെ ലിസ്റ്റിൽപ്പെട്ട കേടുകൾ വല്ലവരും തറവാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ? ഏതായാലും സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കറങ്ങാം. അവനെ അങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. എടാ അച്ചു, ആരെയാടാ കുളന്നോണ്ടിത്? ഓട്ടം കണ്ടാ അറിയാം, കൊയ്ത്ത് മോശമല്ല. അതൊക്കെ പിന്നെ പറയാം, ഇപ്പൊ സമയമില്ല. നമ്മള് വടിവാള് വാസല്ലേ? എന്താ സാർമാരെ? എന്താണ് ബാഗിനകത്ത്? ഒന്നുമില്ല, ഞാൻ ഒരു പഴയ കണക്ക് തീർക്കാൻ പോവാ. കണക്ക് നമുക്ക് ഇവിടെ വെച്ച് തീർക്കാം, അല്ലെങ്കിൽ പിന്നെയും ജോലി കൂടും. സ്വർണ്ണക്കട കയറി നീ മോഷ്ടിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ? തൊണ്ടി സാധനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് മര്യാദയ്ക്ക് സ്റ്റേഷനിലോട്ട് തരാം. ഏത് സ്വർണ്ണക്കട, ഏത് തൊണ്ടി? കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്ന ഇടപാട്.
വെറുതെ മനുഷ്യൻ മെനക്കെടുത്തരുത്. അബ്ദുക്ക, ഇവൻ പഠിച്ച പുള്ളിയാ. സ്റ്റേഷനിലെ ചൂടറിഞ്ഞെങ്കിലേ ഇവൻ സത്യം പറയത്തുള്ളൂ. ദേ വെറുതെ കള്ളക്കേസ് ഉണ്ടാക്കരുത്. ഞാൻ കള്ളം തന്നെ, നല്ല ഭംഗിയായി കക്കാനും അറിയാം. പക്ഷെ നിങ്ങൾ പറയുന്ന സ്വർണ്ണക്കടൽ ഞാൻ കേട്ടിട്ടില്ല. മിനിയാന്നാ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. ഉടനെ അങ്ങോട്ട് പോകാൻ യാതൊരു താല്പര്യമില്ല. ഇവൻ പറഞ്ഞു കേട്ടിട്ട് സത്യം തോന്നുന്നുണ്ട്. നീ ശരിക്കും കണ്ടാണോ? ഇവൻ തന്നെ ആണോ ആള്? ഞാൻ ശരിക്കും കണ്ടല്ലേ, ഈ ബാഗും കണ്ട്. എന്നാ പിന്നെ ഇവിടെ ഞാൻ എന്റെ വല്ലവരും കട്ട തൊണ്ടി കാണിച്ച് കള്ളക്കേസ് ഉണ്ടാക്കി അരിഞ്ഞു കളയും ഞാൻ. അവിടെ നിൽക്കാൻ വാസു, വാസു വാസു അവിടെ നിൽക്കാനാണ് പറഞ്ഞേ. ഈ രാത്രി പാടൊക്കെ നാളിന്റെ ഇടയിൽ കൂടെ ഒക്കെ എന്നെ തോട്ടിക്കരുത്. വാസു നില്ലടാ. അയ്യോ, ഇവരിപ്പോ എങ്ങോട്ട് ഓടി? ഇവിടെ ഓടി കാണില്ല. നേരെ പോലെ എന്തായാലും ഓടിയിട്ടില്ല. അവിടെ എന്തോ അനക്കം കേട്ട്. എനിക്ക് തോന്നിയതാണ്. അന്ന് കുടിയോ? ഇവനിത് എവിടെ പോയി? എന്താണ് അവൻ ഈ ഏരിയയിൽ തന്നെ കാണും. നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വിവരം അറിയിക്കാം. ബാക്കിയുള്ള പോലീസുകാരോട് വന്നോട്ടല്ലേ? വരരുത്, എന്റെ പുറകെ വരരുത്. ഏറവനാൽ ഞാൻ വെട്ടും. എന്റെ പൊന്നു വാസു, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്തെങ്കിലും തുടങ്ങിയാണോ? ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ താഴെ ഇറങ്ങി വന്ന തൊണ്ടി എടുത്താന്ന്. ഞാനല്ല മോട്ടിച്ചെന്ന് പറഞ്ഞില്ലേ? എന്റെ പുറകെ കയറി വരരുത്. മനസാ വാച കർമ്മണ ഞാൻ അറിയാത്ത കാര്യം എന്റെ തലയിൽ കെട്ടിവെച്ച നാറിയെ ഞാൻ വെറുതെ വിടുവന്നിരുന്നുണ്ടാ. അതാ വാസു പോയി. നമ്മളിങ്ങനെ ഒരുമിച്ച് ഓടാതെ രണ്ടുമൂന്ന് ഗ്രൂപ്പായിട്ട് അവന് കവർ ചെയ്യുന്നു. എന്നാലും അവന് പിടിക്കാൻ പറ്റുള്ളൂ. പ്രഭാര, നീ ഈ വഴിയെ പോ. അബ്ദു, നീ നാടും കൂടി ഇതിലിറങ്ങിപ്പോ. ഈ വെള്ളത്തിലേക്കോ? എന്താണ് എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റൂലേ? പോകാം, അതുകൊണ്ടല്ല. പിന്നെന്താണ്? ഈ വെള്ളത്തിൽ ആരും ഇറങ്ങി വെച്ചിരിക്കാൻ? അങ്ങോട്ട് വാ. ഗ്യാസ് ഒന്നും ഇല്ലല്ലോടോ. ഇന്നലെ രാത്രി 12 മണിക്ക് തുടങ്ങി ഓട്ടോ. തൊണ്ട നനയ്ക്കുന്നത് ഇപ്പോഴാ. എന്തുവാടാ നോക്കുന്നത്? തന്റെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയാ ഞങ്ങൾ ഈ ഓടുന്നത്. ആ ഓർമ്മ വേണം. ഒരു കെട്ട് വീടിഞ്ഞത്. ഇത് എങ്ങനെയാണോ കത്തിക്കുന്നത്? തീപ്പട്ടി ഇടറോ? ഭദ്രകാളിയാ നിന്നെ ഒറ്റയ്ക്ക് എന്റെ മുമ്പിൽ കൊണ്ടുവന്നത്. നിന്റെ ചോര കണ്ടിട്ട് ഇനിമേ കഴിയുള്ളൂ. വാള് വെച്ച് കളിക്കരുത്. വിടാനാ പറഞ്ഞത്. നാരായണ സാറേ, അബ്ദുക്കായോ ഓടിവായോ, ഞാൻ മരിവാൾ വാസുവിനെ പിടിച്ചേ. സത്യമായി ഞാൻ സ്വർണ്ണക്കട കേട്ടില്ല. ഇങ്ങോട്ട് നോക്കിയേ, എന്നെ ഇപ്പൊ ഒന്ന് വിട്ടു തന്നാ ശരിക്കുള്ള കള്ളനെ ഞാൻ കണ്ടുപിടിച്ചു തരാം. അതിന് പുറമെ ഒരാഴ്ചക്ക് സാറിന് 501 രൂപയും കൊണ്ടുതരാം. ഇപ്പൊ ഇതങ്ങ് പിടിച്ചാട്ടെ. മനസ്സറിഞ്ഞ് ഇത്രയും രൂപ എൻ്റെ ഉള്ളൂ. വാളുതാ. എന്റെ രൂപയും മേടിച്ച് നീ എന്നെ വഞ്ചിച്ചു അല്ലടാ. തൊണ്ടി ഓടിക്കുന്നതാ. ഇടിച്ച് എന്റെ നട്ടലിയാ ഓടിക്കും. നീ ഞങ്ങളിട്ട് ഓടിച്ച് അല്ലെങ്കിൽ പോര്. നട ഇങ്ങോട്ട് നട. സത്യം
സത്യം പറയടാ തെണ്ടി തൊണ്ടി സാധനം അവിടെ ഉണ്ട്. എനിക്കൊന്നും അറിയില്ല സാർ. സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കാത്ത കാര്യത്തിന് എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. എന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് വേള പിടിച്ചു മേടിച്ചു. ആണുങ്ങളെ കുറിച്ച് അവാദം പറയുന്ന ഒറ്റ തൊഴിയാൻ വെച്ചെന്ന ഒരു മാസം കഴിഞ്ഞ നീ മൂത്തൊഴിക്കൂ. ബ്ലഡി റാസ്കൽ. ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. ഇവനെ അകത്തോട്ട്. ആ കൊള്ളു. എന്റെ പ്രഭാകര, ഇനി 2 ദിവസമുള്ളൂ ഞാനിവിടെ. റിട്ടയർമെന്റ് ആവുന്നതിന് മുമ്പ് എനിക്ക് ഇതിൽ പരൊരു സന്തോഷം പറയാനില്ല. സത്യം പറയല്ലേ സാർ, ആദ്യം അവളെ കണ്ടത് പ്രഭാകരന, പ്രതീക്ഷിക്കാതെ ജീവൻ പണയം വെച്ച് പിടിച്ചത് പ്രഭാകരന. ഗുഡ്, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. വടിവാള് കൊണ്ടുള്ള വെട്ടേറ്റ് ചാവുമെന്ന് കരുതിയതാ. എത്ര വീശാണ് അവൻ വീശിയത്. പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. എന്നിട്ടെന്താ നിന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും കാണാത്ത? പോറലൊക്കെ ഉണ്ട്, പക്ഷെ കാണിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് സാർ. ഓ സാരില്ല സാരില്ല. ഇത്തിരി ചമ്മന്തി കൂടി ഒഴിച്ച മോളെ. മതി. 5 രൂപയാ തേങ്ങയ്ക്ക് വില. ഇക്കണക്കിന് തേങ്ങ അരച്ച് കൂട്ടാൻ എങ്ങനെ വെക്കും? തൊട്ട് കൂട്ടാനാ ചമ്മന്തി, അല്ല കോരി കുടിക്കാനല്ല. അത് കൊണ്ടുപോയാ മതി. ഒരു ദോശ എടുത്ത മോളെ അങ്ങോട്ട് തന്നെ. അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ടോ? ഇനി 3 4 ദോശ ബാക്കിയുള്ളൂ. എന്റെ ചെറുക്കൻ എപ്പോഴാ കയറി വരുന്നോന്ന് അറിയാൻ മേല. നിന്റെ തന്ത ആധാര എഴുത്തുകാരൻ കിട്ടിപ്പണികളുടെ വകയല്ല ഞാൻ തിന്നണത്. ഞാൻ സൃഷ്ടിച്ച് എന്റെ മോൻ സമ്പാദിച്ചതാ. അയ്യടാ എന്റെ മോൻ. ദേ എന്നെ കൊണ്ട് മറ്റേ ഭാഷ പറയിക്കരുത് കേട്ടാ. റിട്ടയർ ആയ എല്ലാ പോലീസുകാർക്കും ഉണ്ടല്ലോ പെൻഷൻ, നിങ്ങൾക്കതുണ്ടോ? ദേ ഒരു കാര്യം ഞാൻ പറയാം, ഭക്ഷണം കഴിക്കുമ്പോ ആവശ്യമില്ലാത്ത കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിട്ടിട്ട് എഴുന്നേറ്റ് പോകും. വളരെ സന്തോഷം. അങ്ങനെ നീ സന്തോഷിക്കില്ലേ? എന്റെ അമ്മ ഒന്ന് പതുക്കെ. ചേച്ചി ചേട്ടന് വരുന്നു. അയ്യോ അവര് വരുന്നുണ്ടോ? മോളെ എന്തിനാ കരയുന്നേ? മോള് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. എങ്ങനെ ക്ഷീണിക്കാതിരിക്കും? അതിന് വയറ് നിറച്ച് ലാക്ടോജൻ പോലും കൊടുക്കാൻ എനിക്ക് ശേഷിയില്ല. എന്ന് പറഞ്ഞ ഒരു ബിസ്ക്കറ്റ് കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം 3 പേരുടെ ചെലവ് കഴിയാൻ. കൊച്ചിനാണ് ഈ അസുഖം മാറിയിട്ട് സമയമില്ല. പ്രഭാകരനെവിടെ? ഇന്നലെ കാലത്ത് വീട് വിട്ട് ഇറങ്ങിയതാ, പിന്നെ പൊടി പോലും കണ്ടിട്ടില്ല. പോലീസല്ലേ, പല പരിപാടിയും കാണും. അളിയന് നല്ല വരുമാനമല്ലേ? എനിക്ക് തരുന്ന കാര്യത്തിന് മാത്രമേ കണക്കുള്ളൂ. നിനക്ക് തരാനുള്ളതൊക്കെ നീ നേരത്തെ കണക്ക് പറഞ്ഞ് മേടിച്ചില്ലേ? ഒരു കടയിട്ട് തരുന്ന കാര്യമാണോ ഇത്ര പൊക്കി പിടിച്ചോണ്ട് വരുന്നത്? ദേ പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വയറ് തന്നെ നിങ്ങളുടെ മോക്കും കിട്ടിയിരിക്കുന്നത്. അതൊന്ന് 3 നേരം നിറയ്ക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്കല്ലേ അറിയൂ. എന്തിനാ ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നേ? ഇനി നീ ഈ പറയണത് അവൻ കേട്ട അവൻ നിന്റെ മക്കിട്ട് വരും. അവനോടല്ലേ നിങ്ങളോടാ? അത് ശരി, എന്നോടാ. ഈ ദുഷ്ടന്റെ കൂടെ പറഞ്ഞയച്ച് നിങ്ങൾ എന്റെ ജീവിതം തൊലച്ചു. ഭാരം ഇറക്കാൻ വേണ്ടി പൊന്നണിച്ച് ചെയ്ത പണിയാ. ഞാൻ ചെയ്ത പണിയാണോ? എവിടെ പോയി കിടന്നടാ ഇതുവരെ? അരി സാധനങ്ങൾ തീർന്നെന്ന് പറഞ്ഞില്ലേ ഞാൻ നിന്നെ അയച്ചത്? ഇന്നലെ രാത്രി 12:30 വരെ നീ അരി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഞാൻ വെറുതെ വരാൻ നോക്കിയിരുന്നു. രാത്രിയിൽ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു കള്ളന്റെ പിന്നാലെ പോയി. കഴിക്കാൻ വല്ല ഉണ്ട് എടുത്തു പോയി. വിശന്ന് പ്രാണം പോകുന്നു. വരൂ. അയ്യോ എടി ലീലേ, എന്താമേ? ഇതിനകത്തിരുന്ന ദോശ എവിടെ? എനിക്കറിയില്ലമ്മേ. അത് ഞാനെടുത്ത് തിന്നു. എന്റെ ദൈവമേ, ഈ മനുഷ്യന്റെ വയറ് എന്തുകൊണ്ടാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? എന്റെ ചെറുക്കനെ ഞാൻ ഇനി എന്ത് കൊടുക്കും? സാരമില്ലമ്മേ, എന്റെ വിശപ്പ് പോയി. പ്രഭാര, മോളുടെ അരയിലെ കറുപ്പേട് കാണുമ്പോ ആളുകൾ അവളോട് ചോദിക്കുക, അമ്മാവും പൊന്നരഞ്ഞാണം മേടിച്ചെന്നില്ലേ മക്കളേന്ന്. പൊന്നരഞ്ഞാണം. ഈ വീട്ടിൽ 3 നേരം തീ പുകയുന്നത് കാണാൻ ഞാൻ പെടുന്ന പാട് എനിക്കേ അറിയൂ. സൗദാമനി പറഞ്ഞത് നേരാ. ആദ്യത്തെ കൊച്ചിന് അമ്മാവനെ അരിഞ്ഞാണം തീർത്തു കൊടുക്കേണ്ടത്. അതാ നമ്മുടെ കുടുംബത്തെ പതിവ്. എന്നിട്ട് നിന്റെ ആങ്ങളെ ഇവന് അരിഞ്ഞാണം തീർത്തു കൊടുത്തോ? നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? പെൺമക്കളുടെ കല്യാണം നടത്തണം, അവരുടെ ഭർത്താക്കന്മാർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് കൊച്ചുങ്ങൾ ഉണ്ടായാൽ ആഭരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഞാനും അമ്മയുടെ വയറ്റിൽ തന്നെയല്ലേ പറഞ്ഞത്. എനിക്ക് വയസ്സ് 10 32 എന്റെ കല്യാണത്തെ പറ്റി അമ്മ ഇതിനായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കും മോനെ. നീ കല്യാണം കഴിച്ച് വേറെ താമസിക്കേ, ഞാൻ നിന്റെ കൂടെ വരാം. ഈ ഭദ്രകാളിയുടെ കൂടെയുള്ള പുറുതി എനിക്ക് മതിയായി. എനിക്ക് ജീവിതം തന്നെ മതിയായി. എടാ മോനെ, നിന്റെ കല്യാണക്കാര്യം ഞാൻ ആലോചിക്കഞ്ഞിട്ടല്ല. നീയും കൂടെ കല്യാണം കഴിച്ച് പ്രാരാബ്ധക്കാരനായ പിന്നെ എങ്ങനെ ഇവളെ ഒരുത്തന്റെ കൂടെ പറഞ്ഞു വിടും? ഭർത്താവ് ചൊവ്വല്ലെന്ന് കണ്ട ഭാര്യ പ്രസവിക്കേണ്ടെന്ന് വെക്കണം. മഹാഭാവി, എന്റെ ചെറുക്കനെ വെറുമേരോട് ഇറക്കി വിട്ടിട്ട് ഈ ഏമ്പക്കം വിടുന്ന കണ്ടില്ലേ? അയ്യടാ, ചുമ്മാതിരിക്കുന്ന നല്ല ചേട്ടാ. എന്റെ ജാനമ്മേ, നീ തൊടുമ്പം കുളിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് എന്തൊക്കെയോ തോന്നും. സാരി മുഴുവൻ നനയട്ടെ, നമുക്ക് ഒരുമിച്ച് കുളിക്കാം. വെറുതെ ഇരിക്കുന്നു. അച്ഛാ, പോലീസ് വന്നു. അതാ വരുന്നു. നിന്റെ അച്ഛനെന്ന് കടയിൽ പോയില്ലേ? ഇന്ന് ശനിയാഴ്ചയില്ലേ, അച്ഛൻ തേച്ചു കുളിക്കുന്ന ദിവസാ. 10 മണിക്കല്ലേ കട തുറക്കൂ. ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. നിങ്ങൾ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു? ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ. എന്താ രാവിലെ തന്നെ? ഒരുമിച്ചുള്ള കുളിയായിരുന്നു. എനിക്ക് വല്ലാതെ വിശക്കുന്നു, എന്തേലും കഴിക്കാൻ വേണം. നല്ല പുട്ടും പയറും ഉണ്ട്. ജാനമ്മേ, എടുത്തു വെക്ക്.
നീ വീട്ടിൽ നിന്നല്ലേ വരുന്നേ? അത് വീടാണോ? എനിക്ക് മടുത്തു നിറഞ്ഞ കടം വാങ്ങി ഞാൻ മുടിഞ്ഞു. ശമ്പളം വാങ്ങുന്ന ദിവസം സ്റ്റേഷനിലുള്ള ഒരൊറ്റ പോലീസുകാരൻ എന്റെ മുഖത്ത് നോക്കത്തില്ല. ഞാൻ പിന്നെയും കടം ചോദിക്കുമെന്നാ അവരുടെ പേടി. സാരമില്ലടാ, എല്ലാം ശരിയാവും. നീ വരുന്നു അറിഞ്ഞപ്പോ എനിക്കുണ്ടായ ഒരു ത്രിൽ. The whole day has come back. ഇതാ ഇത് 200. ഇനി 200 കൂടി തന്നാലേ കണക്ക് ശരിയാവും. 200 മതിയെന്നല്ലേ അവിടുന്ന് പുറപ്പെടുമ്പോ താൻ പറഞ്ഞത്? അത് വൺ വേ. ഞാൻ കാലിയായിട്ട് തിരിച്ചു പോണ്ടേ? ലഗേജ് തുടർന്ന് എന്റെ കാശ് തന്നിട്ട്. ഇതാ നോക്ക്, പ്രശ്നം ഗുരുതരമാണെന്നാ തോന്നുന്നു. ഒന്ന് മുട്ടി നോക്കാം. വല്ലതും തടഞ്ഞാലോ? പെണ്ണു കണ്ടിട്ട് എന്തോ ആവാന്നാണോ? ലഗേജ് തുടരുന്നാ പറഞ്ഞേ. നമ്മളത് കുറെ കണ്ടതാ. സമയം കളയാ, കാശ് എടുക്കാൻ എനിക്ക് വേറെ ഓട്ടം ഉണ്ട്. എന്താ പ്രശ്നം? സാർ എന്നെ ഒന്ന് സഹായിക്കണം. 200 രൂപ സമ്മതിച്ചാ ഞാൻ കാറിൽ കയറിയത്. ഇവിടെ വന്നപ്പോ അയാൾ 400 രൂപ വേണമെന്ന് പറയുന്നു. ഇത് എവിടുത്തെ ന്യായ? ലഗേജ് തരില്ല ഇത്ര. എന്താണോ സാറ് ഇതിൽ ഇടപെടണ്ട. പക്ഷെ എനിക്ക് ഇതിൽ ഇടപെട്ടേ പറ്റൂ. കാരണം ഈ തൊപ്പി ഈ തലയിൽ കയറിപ്പോയില്ലേ. പെണ്ണുങ്ങടുത്ത് മേക്കിട്ട് കയറാ പോടോ. ആഹാ, താൻ പോവില്ലേ? എന്നാ സ്റ്റേഷനിൽ ചെന്ന് കണക്ക് തീർക്കാം. എന്താ എന്റെ നമ്പർ? KLD 9031. KLD 9031. എവിടോ തന്റെ ലൈസൻസ് ബുക്കും? ഇത് കുറെ കഷ്ടമാണ്. ഒരു കഷ്ടമില്ല, പോടോ. വളരെ നന്ദിയുണ്ട്. എന്താ സാറിന്റെ പേര്? പ്രഭാകരൻ കെ. വെറും കോൺസ്റ്റബിൾ ആണെന്ന് വിചാരിക്കണ്ട, സബ് ഇൻസ്പെക്ടർക്ക് പോലും പേടിയാ. ഇവിടെ പ്രഭാകരൻ നല്ല പേരാ, അതുകൊണ്ട് തന്നെ കളവും പിടിച്ചു പറയും കുറവാ. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഹലോ, ഇതാണോ നിങ്ങളുടെ മര്യാദ? 200 രൂപയുടെ ലാഭം ഒരു നന്ദി വാക്കിൽ ഒതുക്കാവുന്നതാണോ? ഞാനെന്താ ചെയ്യേണ്ടത്? ഒരു 50 റുപ്പീസ് എടുക്കണം. ക്ഷമിക്കണം, വാങ്ങില്ലെന്ന് കരുതി. ഇക്കാലത്ത് വാങ്ങുന്നവരാണ് മാന്യൻ. ആ പൈസ മേടിച്ച് ഏതായാലും ശരിയായില്ല. തൽക്കാലം നീ ഇതങ്ങോട്ട് പിടിക്ക്. ഞാൻ തരാനുള്ള 2250 കുറയട്ടോ. ഇല്ലാത്ത കുറ്റം ഉണ്ടാക്കി നീ നകത്താക്കി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ, നീ എപ്പോ വന്നു? ശകലം മുമ്പേ. ആ നാറാവിള്ള ചേട്ടന് വേറെ ജോലിയൊന്നുമില്ല. രാവിലെ വന്ന വഴിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിച്ചെന്നെ പോക്കി. സത്യം പറയടി, ഇന്ന് എത്ര പേരെ പോക്കറ്റ് അടിച്ചു? സത്യമോ ചേട്ടാ ഞാൻ പറഞ്ഞത്? ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ലെന്ന്. എന്താടി വിളിച്ചത്? കൊച്ചേട്ടനോ? എടീ, നിന്റെ ഈ കൊഞ്ചലും കൊച്ചേട്ടനും കൂടിയൊക്കെ എന്നെ പോലെ പ്രായമുള്ളവരടുത്ത് മതി. അവൻ കൊച്ചനാ, വെറുതെ ചീത്തയാക്കരുത് കേട്ടാ. ഞാൻ അവളെ ചോദ്യം ചെയ്യായിരുന്നു. ആ ചോദ്യം ചെയ്തൊക്കെ പിന്നെ നമുക്ക് വേറൊരു കാര്യം ആലോചിക്കാനുണ്ട്. ഇനി ഞാൻ പറഞ്ഞോട്ടെ സാർ. ആ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട കുര്യാക്കോ സാറ് ഈ വരുന്ന 23-ാം തീയതി ജോലിയിൽ നിന്ന് പിരിയാണ്. നമുക്ക് അദ്ദേഹത്തിന് ഒരു സെൻഡ് ഓഫ് കൊടുക്കണം. പരിപാടി ഉഗ്രമാക്കണം. കാര്യമായിട്ടൊരു പിരിവ് നടത്താം. അല്ല, നിർത്തിക്കാളാ. നീ പിരിച്ചോടത്തോളം മതി. നീ എന്റെ ഷെയർ കടം പറയാതെ തന്നാ മതി. പ്രഭാകരനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ എനിക്ക് തരാനുള്ള പൈസ അത് എന്നെ ഒഴിവാക്കി. കാരണം അതെനിക്ക് കിട്ടില്ലെന്നറിയാം. പക്ഷെ കുര്യാക്കോ സാറിന്റെ കാര്യം വലിയ കഷ്ടത്തിലാ. നീ അയാൾക്ക് കൊടുക്കാനുള്ള 135 രൂപ അയാൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കൊടുത്താൽ വലിയ ഉപകാരം. ഇതുപോലെ നമുക്ക് കിട്ടാനുള്ള റിട്ടയർമെന്റ് സമയത്തൊക്കെ ആയിരിക്കും കിട്ടുക. കടത്തിന്റെ കാര്യം പറയാനല്ല നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. കുര്യാക്കോ സാറിന്റെ സെൻഡ് ഓഫ് പരിപാടിയെ കുറിച്ച് ആലോചിക്കാനാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 3 വർഷക്കാലം ഈ നാട്ടിൽ നിയമത്തിന്റെ പ്രകാശം പരത്തിയിരുന്ന ആ ദീപവിത പൊലിയുന്നു. ഇല്ല, പൊലിഞ്ഞിട്ടില്ല. നമ്മോട് വിട പറയുകയാണ്. ധീരനും ശൂരനും പരാക്രമിയുമായ നമ്മുടെ കുര്യാക്കോ സാറിനെ പുകഴ്ത്താൻ പറ്റിയ വാക്കുകൾ എന്റെ മലയാള ഭാഷ നിന്റെ കണ്ടുവരില്ലല്ലോ. ഇങ്ങനൊരവസ്ഥ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. അതുകൊണ്ട് അടുത്തതായി പോലീസ് കലാസമിതിയുടെ സെക്രട്ടറി കോൺസ്റ്റബിൾ കെ പ്രഭാകരനെ നിങ്ങളുടെ പ്രസംഗത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട കുര്യാക്കോ സാർ, അങ്ങിരുന്ന് ആ കസേരയിൽ ഇരിക്കാൻ കഴിവുള്ള അർഹതയുള്ള ഒരാൾ ഇനി ഉണ്ടാകുമോ സംശയമാണ്. ആ കസേരയിലേക്ക് നോക്കുമ്പോൾ ഇനി എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും പൊട്ടിക്കരയാതിരിക്കാൻ കഴിയുമോ? എനിക്ക് കൂടുതലൊന്നും പറയാൻ കഴിയുന്നില്ല. അടുത്തായി PC അബ്ദുള്ള പ്രസംഗിക്കും. സാരല്ല,
നമസ്കാരം. അങ്ങോട്ട് കൊണ്ട് കിടത്തിക്കോ. മറുപടി പ്രസംഗത്തിനായി നമ്മുടെ കുര്യാക്കോ സാറിനെ ക്ഷണിച്ചോളൂ. സ്നേഹിതരെ, സഹപ്രവർത്തകരെ, ഇത്രയും വിപുലമായ ഈ യാത്രയപ്പിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ സഹപ്രവർത്തകരെ വിട്ടുപിരിയുന്നതിൽ എനിക്ക് അങ്ങേയറ്റം സങ്കടമുണ്ട്. പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും ഈ ദുഃഖവളിയിൽ പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ കലാസമിതിയുടെ കലാപരിപാടികൾ കണ്ട് ആസ്വദിച്ച് അല്പമെങ്കിലും ആശ്വസിക്കും. ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ നാരായണപിള്ള, കോൺസ്റ്റബിൾ സുമതി, പ്രഭാകരൻ, അബ്ദു, കുഞ്ഞിക്കണാരൻ, സാറ് വന്നോട്ടെ, ഭരതൻ, ലക്ഷ്മണൻ, ശ്രീരാമൻ എടുക്കോടോ. ബോംബെ അല്ല, എന്ത് പറ്റി എനിക്ക്? എന്താണിത്? എനിക്ക് മാപ്പ് തരണം. അന്ന് അറിയാതെ വാങ്ങിച്ചു പോയ 50 രൂപ. സാധാരണയായി 25% റേറ്റ്. ക്ഷമിക്കണം, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. എടുത്തോളൂ. ഞാൻ ഭിക്ഷ കൊടുത്തത് തിരിച്ചു വാങ്ങാറില്ല. എടുക്കാനല്ലേ പറഞ്ഞത്? കാണേണ്ടതായിരുന്നു. രൂപയും പിടിച്ചുള്ള ആ നിൽപ്പും ഭാവവും ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ശരിക്കും അങ്ങ് വരട്ടി. ഇനി ഒരിക്കലും ഈ മാതിരി കഞ്ഞി ഇടപാടിന് പോവില്ല. കഞ്ഞിത്തരവും കൈക്കൂലി വാങ്ങലും ശീലിച്ചവർ അത്ര എളുപ്പമൊന്നും മാറില്ലടി. ണ്ടല്ലോ. ഛേ, ചുമ്മാതിരിയടി. ആ പിന്നെ, ഞാനിപ്പോ സ്ഥലത്തെ SI ആണെന്ന് അറിയാലോ. ഈ നാട്ടിലുള്ളവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാ. നിനക്കും വേണ്ടേ സംരക്ഷണം? ഞാൻ തരാം. ഇനി നിന്നെ ഉപദ്രവിക്കാനോ ശല്യം ചെയ്യാനോ നിന്റെ ഭർത്താവാങ്ങാനും വന്നാ തൂക്കിയെടുത്ത് ഞാൻ അകത്തിടും. വേണ്ട ആശേ, ഇനി അയാളുമായുള്ള ജീവിതമാവില്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞില്ലേ. ഇപ്പോ അയാൾക്കും എന്നെ വേണമെന്ന് തോന്നുന്നില്ല. ദിവസവും ഓരോ പെണ്ണുങ്ങളാണത്ര കൂടെ. അച്ഛനും അമ്മയും കൂടി കണ്ടെത്തിയ മകളുടെ സ്നേഹസമ്പന്നനായ ഭർത്താവ്. ഇന്നതിന്റെ പേരിൽ അവരെത്രമാത്രം ദുഃഖിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? എന്റെ മനസ്സിന്റെ ശാപമാണത്. ഈ ജാതി ബിസ്ക്കറ്റ് ഇനി എന്റെ ഇവിടെ വട്ടത്തിലുള്ളത്? കടയിലെ സാധനങ്ങൾ എവിടെ പോണോ അളിയും ചോദിക്കാറില്ലേ? ദേ കണ്ടോ, ഈ കുപ്പിയിൽ 1 കിലോ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കടയടച്ചാൽ ഇനി ഇവിടെ ഒരു സാധനവും ബാക്കി ഉണ്ടാവില്ല. അച്ഛൻ ഇനി വന്നേ. മോങ്ങാനിരിക്കുന്ന നായുടെ തലേ തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ. എന്നാ നീ ഒരു 5 രൂപ. ഓ, അപ്പൊ രാവിലെ തന്നെ വെള്ളവടി തുടങ്ങാമല്ലേ? അച്ഛൻ വീട്ടിലോട്ട് പോയേ. വീട്ടിലേക്ക് പോവാനോ? എന്റെ വീട്ടിലേക്ക് എപ്പോ പോകണമെന്ന് എനിക്കറിയാം. അപ്പൊ നീ തരില്ല അല്ലേ? അമ്മാവനിങ്ങ് വാ, 5 രൂപ ഞാൻ തരാം. നീ വിളിച്ചാൽ ഞാൻ വരും. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. പ്രഭാര, ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. അമ്മാവന് വട്ടത്തിലുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നാളെ മുതൽ അമ്മാവൻ ഇവിടെ ഇരുന്ന് കണക്ക് എഴുതിയാൽ മതി. ഞാൻ കടയില്ലാത്തപ്പം അത്യാവശ്യം സാധനം എടുത്തു കൊടുക്കണം. അത് വേണം. അത് വേണം. ഒടുവിൽ നമ്മൾ തമ്മിൽ പിണങ്ങാൻ ഇടവരരുത്. തന്തയ്ക്ക് പറക്കാത്തവനെ. മോനെ, ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യല്ലേ. അഡ്വാൻസ് ആയിട്ട് ഒരു 10 രൂപ. അയ്യോ, 10 നോട്ടില്ലല്ലോ. ബാക്കി നിനക്ക് 10 രൂപ കിട്ടണമെന്നല്ലേ ഉള്ളൂ. മോനെ, ഒരു 10 രൂപ കൊടുത്തവന്. എന്തെങ്കിലും നടക്കണ്? ഞാൻ കെടുക്കല്ല, നടുവോടെ വരെടുത്ത് കുത്തി കെടുത്തി കളഞ്ഞാണ്. ആര്? വാസു. ശ്വാസം കിട്ടില്ല.
ഹലോ, എങ്ങനെയാണ് അയാൾ രക്ഷപ്പെട്ടത്? അത് ഞാൻ അവന് ഊണായിട്ട് സെല്ലിനകത്ത് കയറിയപ്പോ അവൻ ഉറക്കം നടിച്ചെടുക്കായിരുന്നു. അബ്ദുവിന്റെ നിലവിളി കേട്ടിട്ടാ ഞാൻ ഓടിച്ചെന്നത്. അവൻ എന്റെ മോന്ത് കൊന്നിട്ട് ഓടിക്കളഞ്ഞെന്ന്. എന്നിട്ട് നിങ്ങളൊക്കെ നോക്കി നിന്നോ? പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഈ സ്റ്റേഷനിലെ ആദ്യത്തെ സംഭവം അത്. ഞങ്ങളൊക്കെ കൂടെ ഓടിയതല്ലേ, പെട്ടെന്നല്ലേ കാണാതായത്. അവന് മായയും മന്ത്രമൊക്കെ അറിയാവുന്ന പറഞ്ഞു. Stop it. വിവരക്കേട് പറയാതെ പോയി സെർച്ച് ചെയ്യൂ. നാളെ അവനെ കോർട്ടിൽ ഹാജരാക്കാനേ ഓർഡർ. ആ SIയുടെ മുമ്പിൽ തല കാണിക്കാൻ വയ്യെന്നായി. തൊട്ടവനും പിടിച്ചതിനും ഒക്കെ അവരിട്ടങ്ങ് ചാടിക്കുക. 50 രൂപ വാങ്ങിയതിന്റെ പുലിവാരി. ഞാൻ അന്നേ പറഞ്ഞതല്ലേ രൂപ വാങ്ങിയത് ശരിയായില്ലെന്ന്. പണത്തിന് എല്ലാവർക്കും ആവശ്യമുണ്ട് എന്ന് വെച്ച് ആ SI ആണെന്ന് ഞാൻ എങ്ങനെ അറിയുന്നത്? ആ വടിവാള് വാസുവിനെ പിടിച്ച ക്രെഡിറ്റിൽ അല്പം ഒന്ന് തല ഉയർത്തി നിന്നതാ. ഞാൻ പറഞ്ഞ രൂപയുടെ കാര്യം എന്തായി? കടയിൽ തീരെ ചരക്കില്ല. ഇനി രൂപയുടെ കാര്യം എന്നോട് സംസാരിക്കണ്ട. എന്നെ കൊണ്ട് തീരെ നിവർത്തിയില്ല. കൊച്ചിന് പിന്നെ വയറ്റിളക്കും. നിന്റെ പെങ്ങക്കാണി വ്യാക്കൂണും. രണ്ടാമത് വയറ്റുണ്ടെന്നാ തോന്നുന്നത്. അത് ശരി. അപ്പൊ ഇനി രണ്ടാമത്തെ പേരിന്റെ ചെലവ് ഞാൻ ഉണ്ടാക്കണം. എനിക്ക് മനസ്സില്ല. എന്റെ കുറ്റമല്ല. കണക്ക് സംസാരിക്കണം തെണ്ടി. ഇല്ലെങ്കിൽ നിന്റെ കഴുത്തി ഞാൻ ഒടിക്കും. അടക്കം ഒതുക്കായിട്ട് വളർത്തിയ എന്റെ ചേച്ചിയെ അവളെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ആ നാക്കി ഞാൻ പിടിച്ചെടുക്കും. ശരീരത്തിൽ കാക്കിയോടെന്ന് കരുതി നീ അധികം നേളിക്കണ്ട. ഞാൻ വിചാരിച്ച നിന്റെ ജോലികളെ കഴിയും. എന്നാൽ അത് തന്നെ ഒന്ന് കാണട്ടെ. പോലീസ് ഉപ്പായത്തിന്റെ വില കാണിക്കരുത്. എന്താ ഇത്? ക്ഷമിക്കുന്നതിന് ഒരു അതിരില്ലേ? ഞാൻ കൊടുത്തിട്ടുള്ളതല്ലാതെ എന്റെ പെങ്ങളെ കെട്ടിയതിനു ശേഷം കാശ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇവൻ? എന്നിട്ടും അവൻ പറഞ്ഞു കേട്ടില്ലേ ഇവനെ ഇന്ന് ഞാൻ. നീ വാ, ഞാൻ പറയട്ടെ. എന്തൊരു കോല മോളെ ഇത്. നേരം പരവരാന്ന് വിളിക്കുന്നതിന് മുമ്പ് ഈ സുഖമില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട്. അങ്ങനെ ഇറക്കി വിട്ട ഇങ്ങോട്ടല്ലേ എനിക്ക് വരാൻ പറ്റൂ? ദാമോദരൻ നിന്നെ ഇറക്കി വിട്ടെന്നോ? എന്തിനെ? പൊന്നുമോനെ വിളിച്ച് ചോദിക്കും. ഇന്നലെ രാത്രി നടുറോഡിലിട്ട് ഇഞ്ചി ചതക്കുന്ന പോലല്ലേ ചാച്ചത്. ശരീരത്തിൽ ഇടി കൊള്ളാത്ത ഒരു ഇഞ്ചി സ്ഥലം ബാക്കിയില്ല. കുറച്ച് രൂപ ചോദിച്ചെന്ന് വെച്ച് ഇങ്ങനെ കടുങ്ങി കാണിക്കേണ്ട കാര്യമുണ്ടോ? പ്രായമായ പെമ്മക്കടെ മുമ്പിൽ തന്ത കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അങ്ങോട്ട് എഴുന്നേക്ക്. കാപ്പിയായ കാപ്പി കാപ്പി. എന്തിനാ കാപ്പി? കാലത്ത് അവരോട് കല്ല് തന്നെ ആവട്ടെ. മോള് വന്ന് നിൽക്കുന്നുണ്ടല്ലേ? എന്തൊരു ബഹളമായത്. അമ്മയ്ക്ക് എന്താ വട്ട് പിടിച്ചോ? അതേടാ, അമ്മയ്ക്ക് വട്ട. എന്റെ പെണ്ണിനെ അവൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. സ്വന്തം അനിയനോടാണോ പോലീസ് ഓറ കാണിക്കുന്നത്? അയാൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുമില്ല, പിന്നെ തല്ലും. ഒരു പെങ്ങളെ കുറിച്ച് ആങ്ങളോട് പറയാൻ പാടില്ലാത്ത അയാൾ പറഞ്ഞു. അതുകൊണ്ടാണ് തല്ലിയത്. പോക്കർത്തരം പറഞ്ഞാൽ ഇനിയും തല്ലും. നിന്റെ തല്ലുള്ള ഞാൻ അങ്ങനെ നിന്ന് വന്നിട്ട് വേണ്ടേ? ബന്ധം വേർപെടുത്തും തീർത്തു പറഞ്ഞിരിക്കുക. അങ്ങനെ അവൻ പറഞ്ഞോ? എങ്കിൽ നീ രക്ഷപ്പെട്ടു. അച്ഛൻ അങ്ങനെ പറയാം. കയ്യിലൊന്നും വയറ്റിലൊന്നും ആയിട്ട് ഞാൻ അങ്ങോട്ട് പോകാനാ. ആ വയറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. എന്റെ വയറ് കാലിയാ. ഇത്തിരി കാപ്പി എടുത്തേ. കാപ്പി. എടാ പ്രഭാകര, നീ പോയി എന്നോട്ട് ക്ഷമ ചോദിക്ക്. എന്റെ പട്ടി പോവും. എന്നാ പിന്നെ അവളോടെ നിക്കട്ടെ. അതാ നല്ലത്. ചേച്ചിയുടെ മാത്രം ചെലവ് നോക്കിയാൽ മതിയല്ലോ. അളിയന്റെയും കൂടെ നോക്കണ്ടല്ലോ. ഞാൻ വഴിയോധരായത് തന്നെ. ചേച്ചി ഒന്ന് ചുമ്മാരി. ഒരാഴ്ച ചേച്ചി ഇവിടെ നിൽക്കി. 8ാം ദിവസം ഒരു പാട്ടും പാടി ചേട്ടൻ ഇവിടെ വരും. അത്ര തന്നെ. മോനെ നീ കക്കൂസരിക്ക. ഒറ്റ മിനിറ്റ് ഞാൻ വരാം. സാവധാനത്തിൽ പോയാൽ മതി. എനിക്ക് രാവിലെ ഡ്യൂട്ടി ഉള്ളതാ. വയസ്സായ മനുഷ്യന് തൂറാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലെന്നാ. ഏതായാലും ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് വളരെ നല്ലൊരു സമ്മാനമാണ് എന്റെ സബോർഡിനേറ്റ്സിൽ നിന്നും കിട്ടിയത്. ലോകപ്പിനകത്ത് കിടന്ന പ്രതിയെ തുറന്നു വിട്ടിട്ട് യാതൊരു അന്വേഷണവും ഇല്ല. നമ്മൾ ഇനി അന്വേഷിക്കാത്ത ഒരു സ്ഥലം ബാക്കിയില്ല അല്ലേ? ഇവനിത് എവിടെ? SP ശകാരിച്ചപ്പോ എനിക്കൊരു അക്ഷരം മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഇങ്ങനൊരു അബദ്ധം ഇതുവരെ ഇവിടെ ഉണ്ടായില്ല അല്ലേ? ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഞാൻ അവനെ പിടിച്ചത്. വിശദീകരണം ഒന്നും വേണ്ട. ഒരാഴ്ചക്കകം അവനെ പിടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ആർക്കൊക്കെയാണ് സസ്പെൻഷൻ കിട്ടുക എന്ന് പറയാനാവില്ല. അല്ല, എത്ര ദിവസം കൊണ്ട് പിടിക്കണമെന്ന് പറഞ്ഞത്? ഒരാഴ്ച കൊണ്ട്. എടോ, അതിന് ഇനിയില്ല 8 ദിവസം. അതിനിപ്പോഴേ ചാടി കളിക്കണോ? ഇത് ഇത്ര സ്ട്രോങ് ആണെന്നാ തോന്നുന്നത്. പഠിച്ചോ അത്ര തടിയും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നാ പറയും വേണ്ട. എന്തൊരു അന്യായമായി കാണിക്കുന്നത്. എന്റെ പാതി ഗോതമ്പ് ഇതിനകത്തിരിക്കുക. എന്നാ അകത്തോട്ട് കൈയിട്ട് വാരിങ്ങ് എടുത്തോ. എന്താ നിങ്ങളുടെ വിചാരം? 1 കിലോ ഗോതമ്പിന് 2 കിലോ പൊടി കിട്ടുവോ? ഇതെന്താ കുറുപ്പേ? നിങ്ങളുടെ മോൻ കൊച്ചു പെമ്പിള്ളേർക്ക് മാത്രമേ ഗോതമ്പ് പൊടിച്ചു കൊടുക്കത്തുള്ളൂ. 1 മണിക്കൂറായി ഞാനിവിടെ നിൽക്കുന്നു. അവൻ എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കണമല്ലോ. അമ്മണിയമ്മ വിഷമിക്കണ്ട. നിങ്ങളുടെ മുഖത്ത് ഞാൻ നോക്കിക്കൊള്ളാം.
ഒന്നങ്ങോട്ട് നിന്നേ, വല്ലാത്ത ദാഹം. ഞാനൊരു സോഡ കുടിച്ചിട്ട് വരാം. ലീലേ, എന്റെ പുറകെ ഇങ്ങനെ വരരുത്, ആരെങ്കിലും കാണും. എത്ര കാലമാ ഇങ്ങനെ കണ്ണിൽ നോക്കി കഴിയുന്നത്? സമയം വരുന്നത് വരെ. നമ്മൾ ഉണ്ടാക്കുന്നല്ലേ സമയം. ഒരു ദിവസം രഹസ്യമായിട്ട് കാണാൻ എന്താ വഴി? നിന്റെ അച്ഛൻ അന്വേഷിക്കും. ചെല്ല്, പോയി ഗോതമ്പ് പൊടിച്ചു കൊടുക്ക്. ഒരു കാര്യം പറയട്ടെ. അത് മില്ലിലെ കുറുപ്പിന്റെ മോഞ്ചർക്കല്ലേ? അതെ. അപ്പൊ ആ കാര്യം പോലീസ് അമ്മാവൻ അറിയില്ലേ? ഏത് കാര്യം? ശ്രീകൃഷ്ണ ചേട്ടന് ലീല ചേച്ചി പ്രേമത്തിലാ. അത് നിനക്കെങ്ങനെ അറിയാം? ഞാനല്ല ആദ്യത്തെ കത്ത് ലീല ചേച്ചി കൊണ്ട് കൊടുത്തത്. ഞാനല്ലേ? എവിടെ നോക്കിട്ട് വരുന്നത്? കണ്ണില്ലേ? മനുഷ്യൻ സമയമില്ല, നെട്ടോട്ട് ഓടുമ്പോഴാവും. അതിന് മതിയെങ്കിൽ കൊടുക്കണ്ട, എന്തിനിട്ട് കരയിക്കുന്നേ? ആ, എവിടെ നോക്കിയാടി അഹങ്കാരി നടക്കുന്നേ? എന്ത് പറ്റിയിട്ട് നിനക്ക്? എന്തിനാ നീ നടക്കുന്നേ? നിന്നോടാ ചോദിച്ചത്. അമ്മേ, മീൻ ഞാൻ വെട്ടാം. അമ്മ പൊടിയെടുത്ത് കുഴയ്ക്ക്. കൊണ്ടവിടെ കൊച്ചിനെടുത്തു. എന്തോന്നാടി ഗോതമ്പൊടിക്കകത്ത് ഇത്രയും കല്ല്? ഇതിന് എന്തോന് കൊള്ളും? ഗോതമ്പൊടി മണ്ണിൽ വേണതാ. ഈ അസത്ത് നിനക്കെന്റെ കൈ കയറട്ടെ. കൊച്ചു നിന്നെ ഞാനിന്ന് നോക്ക്. ശരി, എന്റെ കൊച്ചിന്റെ ദേഹത്ത് കൊള്ളരുത്. ഓ, അവിടെ ഒരു കൊച്ച് ഞാൻ വളർത്തിയാറി 3 എണ്ണത്തിന്. അവളൊരു തൻകാര്യക്കാരി. എല്ലാവരും തൻകാര്യക്കാരി തന്നെ. ഇവളെങ്കിലും ചൊവ്വായിരിക്കും ഞാൻ വിചാരിച്ചു. ഗോതമ്പൊടി എങ്ങനെയാ റോഡിൽ വീണെന്ന് അമ്മ ചോദിച്ചോ? എങ്ങനെയാടി എങ്ങനെയാ ഗോതമ്പൊടി മണ്ണി പോയതെന്ന്? എങ്ങനെയാ പോയതെന്ന് ഞാൻ പറയാം. ലീല ചേച്ചിയുടെ പ്രേമ പോലീസ് അമ്മാവൻ കണ്ടുപിടിച്ചു. പ്രേമോ? എന്റെ രാമൂർത്തി ഭഗവതി. ആ മാണവക്കുറുപ്പിന്റെ മോനുമായിട്ട് ഇവൾക്ക് പ്രേമം. രണ്ടുപേരും സല്ലപിക്കുന്ന നടു റോഡിൽ. മതി, തല്ലിയിട്ടൊന്നും കാര്യമില്ല. തലയിലെടുത്ത് പോലെ വരട്ടെ. അവളെങ്കിലും രക്ഷപ്പെടട്ടെ. ആങ്ങളെ കണ്ടുപിടിക്കുന്നതിന്റെ പുറകെ ഇറങ്ങി പോയാലേ അവക്ക് എന്റെ ഗതി തന്നെ വരും. ഞാൻ ഒരുത്തിനെ ഇഷ്ടപ്പെട്ടപ്പോ നിങ്ങൾ എല്ലാരും കൂടെ ചന്ദ്രഹാസം ഇളക്കിയല്ലോ. എന്നിട്ട് എന്തായി? കിട്ടിയതൊരു കോന്തനെ. ഇതിപ്പോ പ്രേമം വരെ എത്തിയിട്ടുള്ളെന്നാ തോന്നുന്നത്. അവളുടെ കല്യാണം ഇനി നീട്ടിക്കൊണ്ടുപോയാ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കി വെക്കും. ഒരു നല്ല ബന്ധമല്ലേ, അതങ്ങ് നടത്തി കൊടുത്തേക്കണം. അതിനാ തന്ത സമ്മതിക്കണ്ടേ? സ്ത്രീധനമായിട്ടൊരു മില്ല് വേണമെന്ന് പറഞ്ഞാ ഞാൻ എവിടെ പോകും? പെണ്ണ് മിടിക്കുകയാണെങ്കിൽ ചെറുക്കനിങ്ങ് പോരും. ആ, ദോ വരുന്ന അടുത്ത മാരണം. ഒരാഴ്ചക്ക് 1000 രൂപ കിട്ടിയില്ലെങ്കിൽ കട ഞാൻ കിട്ടണ വിലക്ക് വെക്കും. വിൽക്കാനാണ് നിന്റെ തന്തയുടെ വകയല്ല. എനിക്ക് സ്ത്രീധനം കിട്ടി എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. നീ എന്താ കാണിക്കുന്നു? വന്ന് പറയട്ടെ. നാക്കടുത്ത അടികൊള്ളി തന്നെ പറയൂ. പ്രഭാര, നമ്മളൽപ്പം ഒതുങ്ങി പോകുന്ന നല്ലത്. പെണ്ണ് നമ്മുടേതാ. കൊച്ചു ഒരെണ്ണായി. കൊച്ചൊന്നല്ല, 2 ആവാൻ പോകുന്നു. എങ്കിൽ പിന്നെ ഒതുങ്ങിയാ പോരാ, ശരിക്ക് കുനിഞ്ഞു കൊടുക്കണം. എങ്ങനെയെങ്കിലും ചെന്ന് നീ കുറച്ച് കാശ് ഉണ്ടാക്കി കൊടുക്കും. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പോലീസ് കള്ളനാവണം. നീ ചെല്ല്, രാമോഹനെ ഞാൻ പറഞ്ഞു തണുപ്പിച്ചോളാം. എല്ലാം ശരിയാവും. എവിടെ ശരിയാവേ? രാമോര വാ. പിന്നല്ലാതെ എല്ലാത്തിനും വഴി ഉണ്ടാക്കാന്നേ. താൻ നീ വാ. ആരാത്? ഞാൻ സതിയാ. സതിയും ശീലാവതിയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ആ ബാഗിനെടുത്ത്. ഇതിലൊന്നും ഇല്ല സാറേ. ഇത്രയും രൂപയോ? നീ ആള് കൊള്ളാമല്ലോടി. സാറേ ചതിക്കല്ലേ, ഒരു അത്യാവശ്യത്തിന് വെച്ചിരിക്കുന്നതാ. സത്യമാ സാറേ ഞാൻ പറയുന്നത്. എന്റെ അമ്മ സുഖമില്ലാതെ ഗവൺമെന്റ് ആശുപത്രി കിടക്കുക. കൈക്കൂലി മുമ്പേരായി കൊടുത്തില്ലെങ്കിൽ ആ കാലുമാടൻ ഡോക്ടർ ഓപ്പറേഷൻ നടത്തത്തില്ല. 2-3 ആഴ്ച കഷ്ടപ്പെട്ടിട്ടാ ഇത്രയും പൈസ ഞാൻ ഒരുമിച്ചുണ്ടാക്കിയത്. 250 രൂപ ഞാൻ എടുത്തു. നീ കടമായിട്ട് കരുതിയാ മതി. 2 ദിവസം തിരിച്ചു തന്നേക്കാം. തരണേ സാറേ. ഇതാ 250 രൂപയുണ്ട്. ഈ പൈസ ഞാൻ ഉണ്ടാക്കാൻ പെട്ട പാട്. തൽക്കാലം ഇതുകൊണ്ട് സമാധാനപ്പെടാൻ പറയാളോട്. വല്ലതും കഴിച്ചിട്ട് പോമോനെ. കഴിച്ചോളാം, ഇപ്പൊ ഡ്യൂട്ടിയില്ല. വാസു, നീ എന്നെ പേടിപ്പിച്ചു പറഞ്ഞല്ലടാ. നീ കയ്യും വീശി നടക്കുന്നു, ഞാനിവിടെ രാവുകൾ തീ നിന്ന് നടക്കുന്നു. നീ കാണണം. ഞാൻ കാണണം. അതെ, നീ കാണണം. തെക്കേപ്പാട്ട് ജൂലേഴ്സിൽ നീയല്ല മോഷണം നടത്തിയത്. പോലീസ് തന്നെ എന്റെ പേരിലാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എന്റെ പേര് 2 കേസാ. മോട്ടിച്ചതിനും ലോക്കപ്പിൽ നീ ആടിയതിനും. എന്നെ ഇവിടെ എനിക്ക് പോണം. അങ്ങനെ അങ്ങ് പോയാലോ? 2ലും നിശ്ചയിച്ചിട്ട് പോയാ മതി. മോട്ടിച്ചത് നീ തന്നെയാ. ഞാനത് കണ്ടുപിടിച്ചു.
ഇനിയിപ്പോ എന്തോ നിശ്ചയിക്കാനാ? കള്ളനും പോലീസും കളിയില് അങ്ങനെ പലതും നടക്കും. നാളെ നീ മോഷ്ടിക്കുന്ന നവന്മാർ എന്നെ പിടിച്ചെന്നിരിക്കും. എനിക്കിനി ജയിലിൽ പോകാൻ വയ്യ. നിന്റെ കുറ്റം നീ ഏറ്റ പറ്റൂ. നീ പോടാ. എന്താടാ? അയ്യോ വാസു, ഓടിപ്പോയോ? കാലിനെന്ത് പറ്റി? കാലിനിടെ പോയി. വലിച്ചിട്ട് വരുന്നില്ലേ? ഇല്ല. നല്ലപോലെ വലിച്ചു നോക്ക്. വരുന്നില്ല. സത്യം? സത്യം. നീ അന്ന് പറഞ്ഞ ഭദ്രാളി തന്നെയാ ഇന്ന് നിന്നെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ചാടിച്ചത്. ഓടിവായേ, ഒരുപാട് വാസുവിനെ പിടിച്ചേ, പിന്നെ പിടിച്ചേ, ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചേ. നിന്റെ അവസാനം എന്റെ കൈ കൊണ്ട് തന്നെയാ. അമ്മാവാ, ശർക്കര ഇങ്ങനെ കഴിച്ചോണ്ടിരുന്ന വയറിളകും, സൂക്ഷിക്കണം. ഇളകട്ടെ ഇളകട്ടെ. ഒരാഴ്ചയായിട്ട് മലശോധന തീരെ കുറവാ. പക്ഷെ എന്റെ ചുമ മാറി. എങ്ങനെ? കൽക്കണ്ടവും ചുവന്നുള്ളി 3 ദിവസമായിട്ട് ഇവിടുന്ന് കഴിച്ചു. ഓഹോ, അതും തീർത്തോ? ആ പിള്ളേര് പട്ടം പറപ്പിക്കുന്ന രീതി ശരിയല്ല. അങ്ങനെയല്ല ചരട് പിടിക്കേണ്ടത്. എന്നാ പിന്നെ അമ്മാവൻ പോയെന്ന് പറഞ്ഞു കൊടുക്ക്. അല്ല, ഇതിനകത്തിരുന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അവിടെ പോയി. അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാനെടുത്ത് തിന്നു. ഒരു കാര്യം ഞാൻ പറയാം, വിശ്വാസം ഇങ്ങനെ പിരിച്ചുവിട്ടേക്ക്. എന്റെ ആനുകൂല്യം തന്നിട്ട് വെറുതെ കള്ളന്നുള്ള ചീത്തപ്പേരൊക്കെ എനിക്ക് പറ്റില്ല. എന്റെ പോലെ ഒരു തറവാട്ടുകാരൻ നിന്റെ കടയിൽ ഇരുത്തിന് നീ ദൈവത്തിനോട് നന്ദി പറയടാ. നീ അല്ലാതെ ഈ പെരുവയറിനെ പിടിച്ച് ഇതൊക്കെ ഏൽപ്പിക്കോടാ. എന്തായാലും നിന്നേക്കാൾ ഭേദമാ. എന്നാ അനുഭവിച്ചോ. ആ മോനെ പട്ടങ്ങളെ കാണിച്ചു തരാം. പട്ടം എങ്ങനെ പറപ്പിക്കാന്ന് കാണിച്ചു തരാം. കണ്ണ വളരെ സൂക്ഷിച്ച് പറപ്പിച്ച ഇത്രയും നല്ലൊരു ഏർപ്പാട് വരില്ല. ഞാൻ ഈ ചെടിയുടെ ഇടയിലുണ്ട്. എല്ലാവരും ഒന്ന് ഓടി വായോ. അയ്യോ അമ്മാവൻ എന്ത് പറ്റി? ഇവന് പച്ച വെള്ളം പോലും കൊടുക്കാതിരിക്കുക വേണ്ടത്. പ്രഭാകരൻ, ഇയാൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി. അയ്യോ ഞാനോ? അവന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുന്നത് താങ്കളുടെ കെൽപ്പ് വേണ്ടേ? മൂക്കുന്ന ചോര എപ്പോഴും നിന്നില്ല. പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടായി. എന്റെ കൂർക്കമ്പലി നിന്ന് കിട്ടി. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ചതുകൊണ്ട് ദേഷ്യം മുഴുക്കെ എന്നോടായിരിക്കും. എന്താ പ്രഭാകരന് പേടിയുണ്ടോ? ഏയ്, പേടിയുടെ അല്ലല്ലോ. എന്നാ പ്രഭാകരൻ തന്നെ കൊടുത്താൽ മതി. എന്താ? അച്ഛൻ പറഞ്ഞു പോലീസമ്മാനെ വിളിച്ചിട്ട് വരാൻ. കൈമുളപ്പൂവിന്റെ കാലൊടിഞ്ഞു. എങ്ങനെ ഒടിഞ്ഞ്? പട്ടം പറപ്പിച്ചാ. പട്ടം പറത്തിയ? അച്ഛന്റെ കാലൊടിഞ്ഞ്. ഞാനൊന്ന് പോയിട്ട് വരണം. വാ. പട്ടം പറപ്പിക്കാൻ പറ്റിയ പ്രായല്ലേ? അതേതായാലും നന്നായി. കുറച്ച് ദിവസമെങ്കിലും അടങ്ങിക്കിടക്കുമല്ലോ. കരയില് മോളെ. പോട്ട് 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 പോട്ട്. ഓ വേണ്ട വേണ്ട വേണ്ട. കരയാതടാ. പേടിക്കാനൊന്നും ഇല്ല മോനെ. വീണുന്ന് കേട്ടപ്പോ എല്ലാം കഴിഞ്ഞു എന്നാ ഞാൻ കരുതിയത്. അങ്ങനെ പെട്ടെന്ന് കഴിയുന്ന ജന്മമല്ലടി ഇത്. എനിക്കതറിയാം. എന്നെ നല്ലോണം കഷ്ടപ്പെടുത്തിയിട്ട് തെക്കോട്ടെടുക്കും. അയ്യോ, നളിനവിടെ? എന്തോ മരുന്ന് വാങ്ങാൻ പോയതാ. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. മോനെ ഇറച്ചി മീനും തിന്നാമോന്നൊന്ന് ചോദിക്ക്. ആർക്കാ? എനിക്ക്. അയ്യോ, ഈ ഒരു വിചാരം. എനിക്കിതാ, ഞാൻ നിന്നിട്ടെ. സാർ, ഇതാണ് എന്റെ അമ്മ. ഇപ്പൊ സാറിന് വിശ്വാസമായില്ലേ? ഇനിയെങ്കിലും ആ കാശും കൊണ്ട് തരണേ. തരാം തരാം. എടി, നീ അത് കണ്ടോ? നിന്റെ ആങ്ങളോട് കാശ് ചോദിച്ച ആരാന്നറിയാവോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ വേശ്യ. അവള് വേശ്യാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ അവളുടെ അടുത്ത് പോയിട്ടുണ്ടോ? നിന്റെ ആങ്ങളെ അവളുടെ ആള് പറ്റുവരവാ. അമ്മേ, അമ്മേ വന്നേ. എന്റെ അമ്മ ആ കുറ്റിമോലെടുത്ത് വെച്ചേ. അയ്യോ, ഇൻസ്പെക്ടർ അല്ലേ? ഉണ്ട്, വിളിക്കാം. എന്ത് വേണം? പേഴ്സണലായിട്ടൊരു കാര്യം. അതിന് വെളിയിൽ ഇങ്ങനെ നിന്നാ മതിയോ? അകത്തേക്ക് വരൂ. ഇരിക്കൂ. എന്താ?
ഞാനൊരാളിനോട് 250 രൂപ കടം വാങ്ങി. ഇന്നത് തിരിച്ചു കൊടുക്കണം. ഒരാഴ്ചത്തേക്കൊന്ന് സഹായിച്ചാൽ. സ്റ്റേഷനിൽ ഇനി മറ്റാരും അവശേഷിച്ചിട്ടില്ല അല്ലേ? ഞാനിപ്പോ വരാം. ഞാൻ ബുദ്ധിമുട്ടിക്കാണെന്നറിയാം. മറ്റൊരു വഴിയും കാണാത്തോണ്ടാ. സത്യം പറയണം. ആർക്ക് കൊടുക്കാനാ ഈ പണം? മടിക്കണ്ട, പറഞ്ഞോളൂ. നുണ പറഞ്ഞാൽ ഞാൻ അന്വേഷിക്കും. 1-2 പ്രാവശ്യം ഇമ്മോറൽ ട്രാഫിക്കിന് ശിക്ഷിച്ചിട്ടുള്ള ഒരു പെണ്ണ. പേര് സതി. നാണല്ലേ മനുഷ്യ? ജീവിക്കാൻ വേണ്ടി സ്വന്തം ശരീരം വിൽക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിന്റെ അടുത്തുനിന്ന് കടം. ഇറങ്ങി പോണം മിസ്റ്റർ. ഐ എം സോറി. നിൽക്കൂ, ആ ചായ കുടിക്കണം. ഈ മാസത്തെ ശമ്പളത്തിൽ വേണ്ടതുപോലെ ചെയ്യാം. തൽക്കാലം രൂപ കൊണ്ടുപോയി അവൾക്ക് കൊടുക്കണം. നീ എന്തിനാ പാവത്തിന് എപ്പോഴും ഇങ്ങനെ ചാടിക്കുന്നത്? അടിമയെ സ്നേഹിച്ച് രാജകുമാരിയുടെ ഒരു കഥയുണ്ട്. നിന്നെ കാണുമ്പോ എനിക്ക് അതാ ഓർമ്മ വരുന്നത്. എന്താ? രാജകുമാരിക്ക് അടിമയോട് ചെറിയൊരു പ്രേമം. അത് പ്രകടിപ്പിക്കുന്നത് ആ പാവത്തിനെ ഉപദ്രവിച്ചും ചീത്ത വിളിച്ചും മറ്റുമാണ്. ഇതേ വികാരമല്ലേ നീ ആ കോൺസ്റ്റബിളിനോട് കാണിക്കുന്നത്? സ്റ്റെല്ല, നീ സ്റ്റേഷനിൽ ചാർജ് എടുത്ത അന്ന് മുതൽ എന്തു പറഞ്ഞാലും അവസാനിക്കുന്ന പ്രഭാരിലാണ്. എന്തിനാ എന്റെ അടുത്ത് വിളിക്കുന്നത്? നിനക്ക് അയാളെ ഇഷ്ടമല്ലേ? എന്തോ മനസ്സിനകത്ത് എവിടെയോ ഒരു ചലനമുണ്ട്. എങ്കിൽ അത് അയാളോട് തുറന്നു പറഞ്ഞൂടെ? ഞാൻ എന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? അയാൾ വെറും ഒരു കോൺസ്റ്റബിൾ. ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ആകെ ചെറുതാവും. സ്റ്റാറ്റസ്? താലൂക്ക് ഓഫീസിലെ ക്ലർക്കിന് സ്റ്റാറ്റസ് ഇല്ലെന്നും പറഞ്ഞ് IAS ഓഫീസറെ കൊണ്ട് കെട്ടിച്ച് എന്റെ ഗതി നീ കണ്ടില്ലേ? നിനക്കറിയോ, ഇന്ന് ആ ക്ലർക്ക് RDO ആണ്. ആശേ, മനസ്സ് വിളിക്കുന്നിടത്തേക്ക് തന്നെ നീ പോകാവൂ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഒരു കുറവുമില്ല. ഓടി വരണേ. തലകുട്ടി, അച്ഛനൊന്ന് അടങ്ങി കിടന്നൂടെ? എടാ മോനെ, നീ പോയി കുറെ സിസ്റ്റർമാരെ വിളിച്ചോണ്ടോ ഇതിന്റെ മുകളിൽ പൊക്കി കിടത്താ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അയ്യോ, എന്റെ കാല്, കാല്. സിസ്റ്റർമാരെ ഓടി വായോ, എന്റെ കാലിനൊന്നും പറ്റിയില്ല. മിണ്ടാതെ കട. ഈ പണം നിന്റെ അടുത്തുനിന്ന് തട്ടിയെടുത്തത് എന്റെ തൊഴിലിനോട് ചെയ്ത ഏറ്റവും വലിയ അപരാധമാണെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം. തട്ടിയെടുത്തെന്ന് ആര് പറഞ്ഞു? കടമല്ലേ. തിരിച്ചു വന്നപ്പോ ആ കടം വീടുകയും ചെയ്തു. സാരമില്ല. ഞാൻ പ്രഭാകരന്റെ അച്ഛനെ ഒന്ന് കാണാന്ന് കരുതി. എങ്ങനെയുണ്ട്? വലിയ ഫ്രാക്ചർ ഒന്നും ഇല്ലല്ലോ? ഇല്ല. അച്ഛാ, പുതിയ SI. ഭാഗ്യവാൻ. ഈ പ്രായത്തിലും പട്ടം പറത്താൻ തോന്നുന്നല്ലോ അല്ലേ? പട്ടം എനിക്ക് ചില സമയത്ത് പട്ടമല്ല, പട്ടയാണ് വീക്ക്നെസ്. ഞാൻ ടാക്സി വിളിക്കാം. വേണ്ട, കൂട്ടിന് പ്രഭാകരനുണ്ടല്ലോ. നമുക്ക് അല്പം നടക്കാം. പ്രഭാകരന്റെ സതിയെ വളരെ കാലമായിട്ട് അറിയാമോ? ഏയ്, അങ്ങനെ പലയിടത്തും കണ്ടുപരിചയമുണ്ട്, അത്രേ ഉള്ളൂ. ഞാനൊരു സൽസ്വഭാവിയാണ്. എന്താ വിവാഹം കഴിക്കാത്തത്? ആരാ? സതിയോ? അവളെയല്ല, പ്രഭാകരൻ എന്താ വിവാഹം കഴിക്കാത്തത്? അത് ഈ ജന്മം നടക്കുന്ന മട്ടില്ല. അതെന്താ അങ്ങനെ? ഒന്നിനും കൊള്ളിക്കാത്ത അച്ഛൻ, നാക്കിനെല്ലാത്ത അമ്മ, എന്തു കൊടുത്താലും അത്യാഗ്രഹം തീരാത്ത ചേച്ചി അളിയന്, വിവാഹപ്രായമായ അനിയത്തി. ഇതിന്റെ ഇടയിൽ എന്റെ കല്യാണം എങ്ങനെ നടക്കാനാ? ഗണപതി ഭഗവാന് നാളെ എന്നൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ട്. എനിക്ക് അതുമില്ല.
കുറുപ്പട്ട മില്ലെന്താ അടച്ചിട്ടിരിക്കുന്നേ? എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ഗോതമ്പ് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അടച്ചെന്നോ? ആര് പറഞ്ഞു അടച്ചെന്ന്? ചെറുക്കൻ അവിടെ ഉണ്ടല്ലോ. എന്നാലൊന്ന് വന്നു നോക്ക്. ഊൺ സമയം ലഞ്ച് ബ്രേക്ക് എന്നൊരു ബോർഡും തൂക്കിയിട്ടുണ്ട്. തനിക്ക് സ്ഥലം മാറിപ്പോയതായിരിക്കും. ഞങ്ങളുടെ ശ്രീകൃഷ്ണ ഫ്ലോർ മില്ലിന് ബെല്ലും ഇല്ല, ബ്രേക്കും ഇല്ല. കറണ്ട് കട്ടില്ലായിരുന്നെങ്കിൽ രാത്രിയും കൂടെ ഞാൻ പൊടിച്ചെന്നെ, അറിയാമോ? എന്നാലൊന്ന് വന്നു നോക്ക്. വാ. ഇതെന്തൊരു പറയുമായും? ഈ കൊച്ചു കഴിവറവൻ എവിടെ പോയി? എടാ ശ്രീകൃഷ്ണ, ഇതിനാണോടാ ഈ നട്ടുച്ചയ്ക്ക് മില്ലടച്ചിട്ടത്? ശ്രീകൃഷ്ണ എന്ന് പേരിട്ട് എല്ലാം വേണം ചവിട്ടാൻ. പിന്നെ ഞാൻ ഈ ഗോതമ്പിന്റെ കൂടെ പൊടിച്ച് പട്ടിക്കിട്ട് കൊടുക്കൂടാ. ഇരുന്ന് മുഷിഞ്ഞല്ലേ? ഇപ്പൊ വരും. ഇദ്ദേഹമാണ് പെൺകുട്ടിയുടെ അച്ഛൻ കൈമൾ. നമസ്കാരം. ഇത് അമ്മ ഗൗരിയമ്മ. ഇത് ഏക സഹോദരൻ പ്രഭാകരൻ, പോലീസാ. ഇത് നളിനൻ. ഇവിടെയൊക്കെ കണ്ടു കാണും. നളിനനും പ്രഭാകരനും കൂടപ്പിറപ്പുകളെ പോലെ. ഇത് എന്റെ ഭാര്യ ദാക്ഷായിനി. ദാക്ഷായിനി അമ്മ. എന്റെ ചെക്കൻ ചെയ്തത് തെറ്റ് തന്നെ. കന്യകയായ ഒരു പെണ്ണിനെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പണം ദാക്ഷാണിയമ്മയ്ക്ക് പ്രശ്നമല്ല. ഞാൻ തറവാട്ടുകാരിയാ. എനിക്ക് പ്രശ്നം ജാതിയും തറവാട്ട് മഹിമയുമാണ്. ഞാനും തറവാട്ടുകാരൻ തന്നെയാ. ഒന്നാന്തരം നായർ, പാട്ടത്തിൽ കൈമൾ. പക്ഷെ നിങ്ങളുടെ ഭാര്യ ജാതിയിൽ സമമല്ലെന്നാണല്ലോ കേൾവി. നിങ്ങളാരാ? രജിസ്റ്റർ ഓഫീസറാ? ഞങ്ങളുടെ ജാതി മതം അന്വേഷിക്കാൻ? 10-35 വർഷം അതെല്ലാം അറിഞ്ഞു തന്നെയാ ഞാൻ ഈ മനുഷ്യന്റെ കൂടെ താമസിച്ചത്. നിങ്ങളുടെ മോൻ എന്റെ മോടെ പുറകെ നടന്നതും വിളിച്ച് മില്ലിനകത്ത് കയറ്റിയതും അവളുടെ ജാതി മതം ചോദിച്ചിട്ടാണെന്ന് മോനോടും ചോദിച്ചേ? അതെ അമ്മേ, ഞാനാ. പുരുഷ സ്ത്രീയുടെ പുറകെയല്ല, സ്ത്രീ പുരുഷന്റെ പുറകെ പോകേണ്ടത്. ഞാൻ എന്റെ അച്ഛനെ കണ്ടല്ലേ പഠിക്കേണ്ടത്. അത് നിന്റെ അമ്മയുടെ തറവാട്ട് മഹിമ ഉണ്ടാ. തറവാട്ട് മഹിമ ഉണ്ടെന്ന് നാഴിക്ക് 40 വട്ടം പറഞ്ഞാ പോരാ, മറ്റുള്ളവർക്കൂടെ ബോധ്യപ്പെടണം. എന്താ ബോധ്യപ്പെടുത്താൻ? ദാക്ഷാണിയമ്മേ, കൂടുതൽ എന്തിനാ സംസാരിക്കണേ? നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ അത് പറ. സമ്മതമാണെന്ന് പറയമ്മേ. എനിക്ക് ലീലയെ ജീവന് തുല്യ ഇഷ്ട. ദാശാനമ്മേ, ഇവരെ തറവാട്ട് മമ്മിക്ക് ഒരു കുറവുമില്ല, ഇനിയൊട്ട് കുറയുമില്ല. നിങ്ങൾ ഇതങ്ങ് സമ്മതിക്കണം. സ്വന്തം കാര്യത്തിൽ ഇത്രയ്ക്കൊന്നും ആലോചിച്ച് കാണില്ലല്ലോ. ഉണ്ടെങ്കിൽ ഈ കുരിപ്പിനെ നിങ്ങൾ കെട്ടുമായിരുന്നോ? കുരിപ്പല്ല, കുറുപ്പ്. ശരി, എനിക്ക് എന്റെ ചെക്കന്റെ ജീവിതമാ വലുത്. അവന് ഇത് തന്നെ ഇഷ്ടമെങ്കിൽ അത് തന്നെ നടക്കട്ടെ. പിന്നെ ഒരു കാര്യം, വിവാഹത്തിന്റെ എല്ലാ ചെലവും ഞാൻ വഹിക്കും. ഉർവശി ശാപ ഉപകാരം. ആ കാര്യത്തിൽ ദാക്ഷാണിയമ്മ വാശി പിടിക്കരുത്. കല്യാണ ചെലവൊക്കെ ഞാൻ നടത്തും. അത് ഞാൻ സമ്മതിക്കില്ല. ഞാനും സമ്മതിക്കില്ല. കൈമൾക്ക് അങ്ങനെ താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ കൂടെ നടന്നോട്ടെ. അതാ നല്ലത്. അച്ഛൻ എന്തായി പറയുന്നത്? ദാക്ഷായണിയമ്മയ്ക്ക് ഒറ്റ മകനല്ലേ ഉള്ളൂ. അവരുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. അച്ഛൻ സമ്മതിക്കേ? സമ്മതിക്കുന്നേ ഇല്ല. സമ്മതിച്ചു. സന്തോഷമായല്ലോ. സാറേ, തൊഴി കൊണ്ട് അടിവേറെല്ലാം കലങ്ങി. ഒന്ന് മൂത്രം ഒഴിക്കണം. ചെല്ലേ. സബ് ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുവന്നതിനിടയിൽ ആ വാസു കടന്നളഞ്ഞത്രേ. അയ്യോ, നമ്മളെ കയ്യിൽ നിന്നല്ലല്ലോ സാർ ചാടിപ്പോയത്. പിന്നെ നമുക്കെന്താ പ്രശ്നം? പ്രശ്നമുണ്ട് പ്രഭാകരന്. ഓൻ സൂക്ഷിക്കണം. ഇത്തവണ അവൻ ചാടി രണ്ടും കൽപ്പിച്ചു തന്നെയാ. വാസുവിന് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴേ അവൻ പറഞ്ഞിരുന്നു പ്രഭാകരനെ വെച്ചേക്കൂലെന്ന്. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാ വിവരം പറഞ്ഞില്ല? പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അവൻ ചാടി പോകുന്നു. പ്രഭാകരൻ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി തീർന്നിട്ടില്ല. നിങ്ങൾ ഒന്നുകൂടി ശ്രമിക്കണം. ഇത് കൊലച്ചോറ് തന്നെയാണ്. എല്ലാം വിധിയാണ് മോനെ. നീ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയത്? കഴിഞ്ഞ 15-ാം തീയതി. നീ എന്നോട് വാ, എനിക്കൊരു കണക്ക് തീർക്കാനുണ്ട്. ഇന്നോ? ഇപ്പോ തന്നെ. ആ വാസു വരുന്നുണ്ട്. ഒന്നി പഠിച്ച 3 ഇപ്രാവശ്യം എന്നെ തട്ടി തന്നെ. അയ്യോ,
വണ്ടി വിട്ടോ അവരെ കേട്ടല്ലേ? ഓഹോ കേട്ടി. പോലീസുകാർ കള്ളന്മാരെ ഓടിക്കാറാ മതി. നേരെ പറഞ്ഞാണല്ലോ. സ്ഥലം പറയടൂ. പുറകെ മുമ്പേ പോകാൻ വേറെ ആളെ അന്വേഷിച്ചു. അയ്യോ വണ്ടി എടുത്തേ. ഞാനെന്തിനാ ഇയാളെ തൊടുന്നത്? ഒരു കുറ്റം ചെയ്യാത്ത എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോകാൻ വന്നതാണല്ലേ? ചുണയുണ്ടെങ്കിൽ ആ ദ്രോഹിയെ പോയി പിടിക്കേ. ആരുടെ കാര്യമാണ് നീ പറയുന്നത്? വേവിച്ച മുതലാളിയുടെ കാര്യം. എന്റെ കൊച്ചെ, ഞാൻ നിന്നെ പിടിക്കാനൊന്നും വന്നതല്ല, ഇവിടെ ഒളിച്ചിരിക്കാൻ കയറിയതാ. കള്ളം. നിങ്ങൾ പോലീസല്ലേ? പോലീസ് എന്തിനാ ഒളിച്ചിരിക്കുന്നത്? പോലീസുകാരനും മനുഷ്യനാ, അവനും ജീവനിൽ കൊതിയുണ്ട്. ഗതി കെട്ടാൽ അവനും ഓടും, ഒളിക്കും. ഒരു കള്ളനും ഒരു ഭീമനും കൂടെ എന്റെ പറയാൻ വരുന്നുണ്ട്, എന്നെ കൊല്ലാൻ. അവൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കാണും. ഇന്ന് നമ്മൾ അവന്റെ കാല് തല്ലി ഓടിച്ചില്ലെങ്കിൽ നാളെ അവനൊരു പടയുമായി വന്ന് നമ്മുടെ കഥ കഴിക്കും. ഞാൻ ഇതിലേ പോയി നോക്കാം. ഇത് പട്ടി ചന്തയ്ക്ക് പോയതുപോലെയായി. ഇനി അങ്ങോട്ടാ പോവാ? ബസ് കയറി കണ്ടെന്നല്ലേ നളിനം പറഞ്ഞ്. വാസുവിന്റെ കൂടെ ആ കൊല്ലം നാണുണ്ട്. മിക്കവാറും പ്രഭാകരന്റെ മയ്യത്തെ നമുക്ക് കിട്ടുള്ളൂ. നിന്റെ തിരുവായ കൊണ്ടൊന്നും മൊഴിയാതെ. തിരുവാതിരയല്ല, സംക്രാന്തി. ഒന്നും ഉണ്ടായിട്ടോ. സാറ് ശരിക്കും പോലീസ് തന്നെയാണോ? അതെ, പ്രഭാകരൻ എന്നാണ് എന്റെ പേര്. ഇയാളുടെ പേരെന്താ? ഇന്ദു. എന്തിനാ ഇവിടെ വന്നത്? ബേബിച്ച മുതലാളിയുടെ ആളുകളെ പേടിച്ച്. ബേബിച്ച മുതലാളിയോ? വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, പിന്നെ ചിറ്റപ്പൻ. ചിറ്റപ്പനോ? അതെ, രണ്ടാനച്ഛൻ. ഓഹോ, അപ്പൊ അമ്മ പെശകല്ലേ? അയ്യോ അല്ല, എന്റെ അമ്മ ഗതിയില്ലാതെ വന്നപ്പോ അങ്ങനെ അങ്ങ് ആയിപ്പോയതാ. ഇന്ദുവിന് കൂടപ്പറപ്പോൾ ആരുമില്ലേ? ഒരു ചേട്ടനുണ്ട്. 12-ാം വയസ്സിൽ കറിക്കത്തി കൊണ്ട് ചിറ്റപ്പനെ വെട്ടി ഓടിപ്പോയതാ. പിന്നെ സർവത്ര പിഴയായി, ചത്തുപോയതിന് സമം. ചേട്ടന്റെ കാര്യം ഓർത്താണോ കരയുന്നത്? ആങ്ങളെ ചൊവ്വായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഗതി വരുമായിരുന്നു. സാറ് പോലീസല്ലേ, എന്നെ രക്ഷിക്കാമോ? ഞാനോ? ഞാനെങ്ങനെ രക്ഷിക്കാനാ? എനിക്ക് എന്റെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. ചിറ്റപ്പൻ അമ്മയെ അടിച്ച് ചതച്ചിട്ട് അവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. ഒറ്റയ്ക്ക് നടന്ന ആ ബേബിച്ചിന്റെ ആൾക്കാരെന്നെ പിടിച്ചോണ്ട് പോവും. എന്തിന്? നീ അയാളോട് എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്യാൻ സമ്മതിക്കാത്തോണ്ടാ അയാൾക്ക് എന്നോട് ദേഷ്യം. നടന്ന എന്താണെന്ന് വെച്ചാ നീ തുറന്നു പറ. എന്ത് ചെയ്യണമെന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം. ആ കാലമാടം വന്നു. എനിക്ക് പേടിയാ, ഞാൻ പോണില്ല. ആഹാ, നീ ഇതുവരെ ഒഴുകില്ലേടി? പോയി സാരി എടുത്തു നോക്ക്. അവൾക്ക് അവിടെ വരാൻ ഇഷ്ടമല്ല. ആ ബേബിച്ചിന്റെ സ്വഭാവം ചീത്തയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത്രയും കാലം നിന്നെ നിന്റെ മകളെ തീറ്റിപ്പോറ്റി എന്നെ നിനക്ക് വിശ്വാസമില്ല. നന്ദി കെട്ട വർഗം. എടി, ഞാൻ എത്ര കാല് പിടിച്ചിട്ടാണെന്ന് അറിയാവോ അയാൾ ജോലി വരാൻ സംഭവിച്ചത്? ചൂലേ, മാസം 1000 രൂപ. എടി, പോയി സാരി കൊടുക്ക്.
എന്റെ തനി സ്വരൂപം കാണണ്ട എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ആയിക്കൂ. ഞാൻ കാറിലിരിക്കും. 5 മിനിറ്റിൽ വന്നേക്കണം. മോളെ, എതിർത്ത് നിൽക്കാനുള്ള ശേഷി നമുക്കില്ല. ഈ ദ്രോഹി എന്റെ മുമ്പിൽ വെച്ച് നിന്നെ നശിപ്പിക്കാനും മടിക്കില്ല. എന്റെ മക്കൾ ഒന്ന് പോയി നോക്ക്. നീ സൂക്ഷിച്ചു നിന്നാ മതി. ഇവളാണോടാ നിന്റെ കീപ്പിന്റെ മോള്? അമ്മേ, തള്ള എന്റെ കിട്ടുമ്പോ ഈ പെണ്ണിന് 1.5 വയസ്സാ പ്രായം. ഓ, നീ ടൈപ്പ് പഠിച്ചിട്ടുണ്ടല്ലേ? ലോവർ ജയിച്ചു. തൽക്കാലം അത് മതി. ഹയറിന് ഞാൻ പഠിപ്പിക്കാം. ആദ്യം ഇവിടെ തന്നെ തുടങ്ങണം എന്നുള്ളത് എന്റെ വലിയ മോഹമായിരുന്നു. എന്നാ നീ അപ്പുറത്തേക്ക് ചെല്ല്. ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. ഇവളോട് ഞാൻ സൗകര്യമായിട്ട് കുറച്ച് സംസാരിക്കട്ടെ. പിടിക്കണ അവളെ. വീട്ടിലെ സ്ഥിതി ഓർക്കാൻ കൂടി വയ്യ. അമ്മയെ അയാൾ കൊന്നു കാണുമോ എന്ന പേടി. പറയൂ, എന്നെ രക്ഷിക്കാമോ? ഞാൻ സാറിന്റെ കൂടെ വരട്ടെ? എന്ത് വിചാരിച്ചാ നീ എന്റെ പിന്നാലെ എങ്ങനെ വരുന്നത്? എനിക്ക് എന്നും ഓടാനേ സമയമുള്ളൂ. ഇപ്പൊ കള്ളന്മാരോടിക്കുന്നു, അല്ലാത്തപ്പോ ബന്ധുക്കളും. ഞാൻ ഒളിച്ചിരുന്നിടത്ത് എന്തിനാ വന്ന് കയറിയത്? എന്നെ രക്ഷിക്കാൻ ദൈവം അയച്ചതാ. രക്ഷിക്കാനോ? ഞാനോ? എന്റെ കൂടെ വന്നാൽ നിനക്ക് ദുഃഖം മാത്രമേ കിട്ടൂ. ഞാൻ കാണാത്ത ദുഃഖമോ? ഈ നനഞ്ഞത് കൊടുത്തോണ്ട് ഇങ്ങനെ നിന്നാ തണുത്ത് വിറങ്ങലിച്ച് ചത്തുപോകും. ഇതിട്ടോളൂ.
മടിക്കണ്ട, മറ്റൊരു മാർഗവും ഇല്ല. നീ നമ്മളെ പ്രഭാകരനെ കണ്ടോ? ഏത് പ്രഭാകരൻ? കോൺസ്റ്റബിൾ പ്രഭാകരനോട്. സാറേ, നാരായണ സാറേ, നമ്മളെ ബലല്ലേ? ആ വാ. ഇമ്മാതിരി ഭാർഗവീ നിലയത്തിലൊക്കെ വന്ന് വിളിച്ചാ പിന്നെ മനുഷ്യൻ കാണുമോ? ഓന്റെ കൂടെ എന്താണത്? അതൊരു പെണ്ണല്ലേ? ഓന്റെ കുപ്പായിട്ടോ? ആരെന്ത് ചോദിച്ചാലും ഒന്നും പറയണ്ട, ഊമയാണെന്ന് കരുതിക്കോളൂ. വാ. ഓളും വരിക കൂടെ. അല്ല, ഈ അതിന്റെ ഉള്ളിൽ എന്താ കഴിഞ്ഞിടോ? എല്ലാം വിശദമായി പറയാം. ഇവളെ കൂടെ നമ്മളെ കൂടെ കൊണ്ടുപോകണം. എങ്ങോട്ട്? എന്റെ വീട്ടിൽ. ദേവി, ഇത് ഇവളെ കൂടെ ജീപ്പിൽ കയറ്റാൻ സാറ് സമ്മതിക്കണം. ആ, കേറ് കേറ് കേറ്. വാ, കയറിക്കോ. കയറിക്കോന്നോ? വല്ല അന്വേഷണവും കാര്യമുണ്ടെങ്കിൽ 3 ആളെ പണി ഒരുമിച്ച് പോയി കിട്ടും. പോട്ടണ പണി, ഈ പിന്നെ കേറ്. പോട്ടെ. പ്രഭാകര, നിന്റെ അമ്മ ഇതൊന്നും തീരെ പ്രതീക്ഷ ഉണ്ടാവില്ല. അവരുടെ സ്വഭാവം നിനക്കറിയാലോ. നീ ഒന്നും കൂടി ആലോചിക്കും. ഇവളെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണോ? സാരമില്ല, എന്റെ വീടല്ലേ. ഞമ്മക്ക് ഇവളെ തൽക്കാലം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. അത് വേണ്ട. ഒരു കോടീശ്വരനെ ഭയന്ന ഇവൾ ഓടി വന്നിരിക്കുന്നത്. രണ്ടാനച്ചൻ ആ പണക്കാരന്റെ പിമ്പും. നമ്മുടെ ചെറിയ പോലീസ് സ്റ്റേഷന് കോടീശ്വരനെ തോൽപ്പിക്കാൻ പറ്റുമോ? നീ പറയുന്നതിലും കാര്യമുണ്ട്. ചിലപ്പോ വാദി പ്രതിയായിരിക്കും. എന്തു ഇറങ്ങും, പേടിക്കണ്ട, നിന്നെ ആരും ഒന്നും ചെയ്യില്ല. അവിടുത്തെ റിയാക്ഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് പോവല്ലേ നല്ലേ? ഏതായാലും നമുക്ക് ഇവിടെ നിൽക്കണ്ട, കുറച്ചങ്ങോട്ട് മാറി നിൽക്കാം. ഇല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടും. എടി സൗദാമിനി, ഒന്നും കൂടി വേഗം വന്നേ. അമ്മേ, ഒന്ന് വന്നേ. ലീലേ, ഈ കുട്ടിക്ക് ഉടുക്കാനൊരു സാരി കൊടു. എന്റെ അനിയത്തിയാ, അകത്തോട്ട് കയറിക്കൊള്ളു. ഇതെന്ത് വേഷം? ഇത് ഇവന്റെ പോലീസ് സൂപ്പായല്ലേ? ഏതാടാ ഈ പെണ്ണ്? ഒരു പാവപ്പെട്ട പെണ്ണാണ്. ഒരാപത്തിന്ന് ഞാൻ അവളെ രക്ഷിച്ചോണ്ട് വരുവാ. അമ്മ ഇപ്പൊ ഇത്ര അറിഞ്ഞാ മതി. കണ്ടമാനം നടക്കുന്ന എന്റെ കുടുംബത്തെ കയറ്റാൻ പറ്റില്ല. അന്ന് ആശുപത്രി വെച്ച് ഒരുത്തിയായിട്ട് കണക്ക് പറയുന്ന കണ്ടപ്പോഴേ എന്റെ ചങ്കടിച്ചതാ. ഇപ്പൊ പുതിയ ഒരുത്തിയും കൊണ്ട് വന്നിരിക്കുന്നു. ഇറങ്ങടാ എന്റെ പടിക്ക് പുറത്ത്, അറിയ പോടി. എന്നാലും നീ ഞങ്ങളോട് ഇത് ചെയ്തിലൂടെ പ്രഭാര. എന്റെ കൊച്ചിനെ തന്ന് പറഞ്ഞു നേരായല്ലോ. നിന്റെ പെങ്ങന്മാരിനി എങ്ങനെ ആണുങ്ങളുടെ മുഖത്ത് നോക്കും? ചേച്ചി ചേച്ചിയുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഒന്ന് നീങ്ങിന്നെ. കരയാതെ കൊച്ചേ, ഞാനാ ഇവന്റെ അച്ഛൻ. ഞാൻ നിന്നൊന്നും പറഞ്ഞില്ലല്ലോ. നിന്റെ കയ്യിൽ രൂപയുണ്ടോ മോളെ? 5 രൂപ പോലില്ലേ? പിന്നെ എന്ത് ഭാവിച്ച നീ എന്റെ ചെക്കനെ പിന്നാലെ ഇറങ്ങി തിരിച്ചത്? കാരണം പോടി വന്ന്. ലീലേ, ഞാൻ എവിടെയെങ്കിലും പോയിക്കൊള്ളാം. എന്തുവാ? അവനെ വീട്ടിൽ കയറ്റില്ല എന്നുള്ളത് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കാത്തിരുന്നത്. ഇന്നലെ രാത്രി കണ്ട് പരിചയപ്പെട്ടാണോ നോൻ പറഞ്ഞത്. ഇന്നാലും ഒറ്റ രാത്രി കൊണ്ട് അമ്മയും പങ്ങളും മറന്നു പോകാനുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാവാത്തത്. എന്നിട്ടിപ്പോ അവരെവിടെയുണ്ട്? അവന്റെ ഒരു ചങ്ങാതിന്റെ വീട്ടിലാ, ഇവിടെ നളിനന്റെ. നിങ്ങൾ പോയി അവൾ ഏതാണെന്നും പ്രഭാകരന്റെ കൂടെ വന്നത് എന്തിനാണെന്നും അന്വേഷിക്കണം. യെസ് സർ. യെസ് സർ. സാർ നടന്നോളൂ. ഇരിക്കൂ, കാപ്പി കുടിക്കേ. സ്വന്തവും ബന്ധമൊന്നും ഇല്ലാത്തൊരു പെണ്ണിനെ എത്ര നാളിങ്ങനെ കൂടെ താമസിപ്പിക്കും? ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം പരാതി കൊടുത്താലോ? അവള് പ്രായപൂർത്തിയായ പെണ്ണല്ലേ, അവളുടെ ഇഷ്ടമാണെന്ന് പറയും. പോരെങ്കിൽ ഇന്ത് താമസിക്കുന്ന ഇപ്പൊ എന്റെ വീട്ടിലാ. ഇവിടെ എന്റെ ഭാര്യയുണ്ട്. ആർക്കും ഒന്നും ചെയ്യാൻ ഒക്കൂല. അല്ല, ഒരു സത്യം കൂടി ഞങ്ങൾ അറിഞ്ഞോട്ടെ. ഒരൊറ്റ രാത്രി കൊണ്ട് എനിക്ക് പെണ്ണിന് അത്ര ഇഷ്ടപ്പെട്ടു പോയോ? അല്ല, അതിന് സാമർത്ഥ്യമുള്ള പെൺപിള്ളാരും ഉണ്ടേ. നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ അവിടെ കല്യാണം കഴിച്ചോ. പിന്നെ ആരും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രതീക്ഷിക്കാതാണല്ലോ പലതും നടക്കുന്നത്.
പ്രത്യേക ചുറ്റുപാടിൽ പ്രഭാകരൻ ആ പെണ്ണിന് അഭയം നൽകേണ്ടി വന്നു. അതുകൊണ്ട് അവർ തമ്മിൽ പ്രേമായിരിക്കണം നിർബന്ധമില്ല. ആയിക്കൂടൊന്നുമില്ല. വൺ നൈറ്റ് മേ മേക്ക് വണ്ടേഴ്സ്. പ്രഭാകരനകത്തുണ്ടോ? ഉണ്ട്, സൂക്ഷിച്ച്. അകത്ത് ഇൻസ്പെക്ടറും ഉണ്ട്. ആരുണ്ടായ എനിക്കെന്താ? ഞാൻ എന്റെ ചെറുക്കനെ കാണാൻ വന്നതാ. എന്നാ പിന്നെ എന്നോട് എന്താ പറഞ്ഞേ? ഒന്നുമില്ല. പ്രഭാകര, എന്തോ നടന്ന നിന്റെ മനസ്സിലിരിപ്പ്? എങ്ങാണ്ട് കിടന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോ നിനക്ക് പെട്ടെന്നുള്ള വേണ്ടെന്നായോ? അമ്മ, ഇത് നമ്മുടെ വീടല്ല, പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനെ പറ്റിയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ 1-2 പോലീസ് സ്റ്റേഷൻ കണ്ടതിന് ശേഷമാണ് നീ എന്റെ വയറ്റിൽ ജനിച്ചത് തന്നെ. മാറ് കുഞ്ഞ്, എന്നെ പറ, എന്റെ ഭാഗത്ത് എന്താ തെറ്റുള്ളത്? ഞാൻ ഇവന്റെ അമ്മയാ. എന്നോട് ചോദിക്കാൻ പറയാൻ ചെയ്യാതെ ഇവൻ ഏതോ ഒരു പെങ്കൊച്ചിനെ വീട്ടിൽ വിളിച്ചോണ്ട് വന്നു. എന്റെ വീട്ടിൽ അവളെ താമസിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അന്ന് അവിടെ കയ്യും പിടിച്ചോണ്ട് ഇവൻ ഇറങ്ങിപ്പോയതാ. പിന്നെ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവൻ തരുന്നതല്ലാതെ ഞങ്ങൾക്ക് വേറെ വരുമാനം ഒന്നുമില്ല കുഞ്ഞ്. അമ്മ വിഷമിക്കാതെ വീട്ടിൽ പോണം. പ്രഭാകരനോട് ഞാൻ സംസാരിക്കാം. നാളെ ശമ്പളം കിട്ടും, ഞാൻ കാശ് കൊടുത്തയക്കാം. കാശിന് വേണ്ടി മാത്രമല്ലടാ ഞാൻ വന്നത്, നിന്നെ ഒന്ന് കാണാൻ കൂടാ. എന്നാലും ഒരു അലവലാതി പെണ്ണ് വന്നപ്പോ നീ എന്നെ മറന്നല്ലേ മക്കളെ. പ്രഭാകരൻ, ഏതാണ് ആ പെണ്ണ്? ഇന്ദു ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. രണ്ടാനച്ഛൻ അവളെ വിൽക്കാൻ ശ്രമിച്ചു, അവൾ ഓടിപ്പോന്നു. ഇതൊക്കെ പ്രഭാകരന് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളാണോ അതോ അവൾ പറഞ്ഞതോ? അവള് പറഞ്ഞതാ. അത് വെറും നുണയല്ലെന്ന് എങ്ങനെ അറിയാം? ഒരു പക്ഷേ അവൾ ഒരു കൊലപാതകം നടത്തിയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിലോ? പ്രതിക്ക് അഭയം നൽകിയ കുറ്റത്തിന് പ്രഭാകരനെ അറസ്റ്റ് ചെയ്യും, ജോലിയും പോവും. സ്വാമി അല്ലടാ, സ്വാമി. എഴുതിയോ? നീ തന്നെ കൊണ്ട് കൊടുക്ക്. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ? ഇനി എത്രയും വേഗം രണ്ടുപേരും ഒരു ബെഡ്റൂമിലേക്ക് മാറാൻ നോക്കണം. ഇതാ. നീ എന്നോട് പറഞ്ഞ നിന്റെ കാര്യങ്ങളൊക്കെ നേര് തന്നെയാണോ? എന്താ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? എന്താ പെട്ടെന്ന് സംശയം തോന്നാൻ കാരണം? ഞാനൊരു പോലീസുകാരനായതുകൊണ്ട് എന്നോട് ചോദിക്കാനും പറയാനും മേലെ ആളുകളുണ്ട്. അതുകൊണ്ട് നീ എന്നോട് നേര് പറയണം. നീ ആരെയും കൊന്നിട്ട് ഓടി വന്നതാണോ? അവിടെ ഉണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾ. അങ്ങോട്ട് ചെന്നേ. പ്രഭാകരൻ ആ പെണ്ണ് വേണ്ടാ തോറും ചോദിച്ച് കരയിപ്പിക്കുക. എന്താ ഇവിടെ? എടാ, ഒരു പെണ്ണിനെ രക്ഷിക്കാൻ തീരുമാനിച്ച പുരുഷൻ ആദ്യം വേണ്ടത് നട്ടല്ല. നാട്ടുകാർ പലതും പറയും, അതൊക്കെ കേട്ട് തുള്ളാൻ തുടങ്ങിയ എന്താണ് സാർ? നല്ല പടക്കണായില്ല സാർ. എനിക്കെന്താണ്? എനിക്കല്ല, നമ്മളെ കെട്ടിയോക്ക് ഓളെ എപ്പോഴും പറയും നല്ല നാടൻ അയില ഉണ്ടാക്കൊണ്ടിരാന്. നിന്റെ കെട്ടിയൊക്കെ അയില വാങ്ങാനുള്ള സർക്കാർ വേണ്ടി? ഇനിയിപ്പോ 4 അയിലക്കും വേണ്ടി ഞാൻ ടെമ്പോ ബുക്ക് ചെയ്യേ. അബ്ദുള്ള, ഒരു 5 10 എനിക്കും വാങ്ങിച്ചോ. ഒന്ന് വേഗം തരണം. അങ്ങനെ അതിലെന്താ വില? 10 രൂപയ്ക്ക് 5. ഇതിന്നൊരു 3 കിലോ. എങ്ങോട്ടാണ്ട് ഓടുന്നേ? ഇവിടെ വേണം. അയിലാന്ന് തിരുവനന്തപുരത്തിൽ പിടിക്കാൻ പോകുമ്പോ അയില വാങ്ങണം. അങ്ങോട്ട് വാസുവിടെ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ 2 കൈ ഞാൻ അടിച്ചോടിക്കും. പിന്നെ ചുറ്റിക ഉയർത്താൻ പറ്റില്ല. പറയടാ, വാസു എവിടെ ഉണ്ട്? അവൻ ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. പ്രഭാകരനെ തട്ടിയിട്ട് അവൻ നിങ്ങൾക്ക് പിടിതരൂ. ആ കാര്യം അച്ചട്ടാ
പ്രഭാര ഇന്ന് രാത്രി എന്തായാലും സൂക്ഷിക്കണം. നീ വീട്ടിൽ പോകണ്ട, സ്റ്റേഷനിൽ തന്നെ കിടന്നു. അങ്ങനെ പേടിച്ചെടുന്ന മാസമാരാ കായംകുളം കൊച്ചുണ്ണിയോ? നിങ്ങളുടെയൊക്കെ കഴിവേട് കൊണ്ട് ചാടിപ്പോയപ്പോ അവനെ നിങ്ങൾ തന്നെ ഹീറോ ആക്കാണ്. പണ്ടാണ് ഈ പ്രഭാകരൻ ഒറ്റക്കായിരുന്നു. ഇപ്പൊ ആ പെണ്ണും വീട്ടിലില്ലേ? വടിവാള് വാസു വാക്ക് വലിച്ച ആ പെണ്ണ് കല്യാണത്തിന് മുമ്പേ വിധവയാവും. എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ അബ്ദു. വാസുവിന് കൂടുതൽ ദേഷ്യം എന്നോടാണെന്ന് സമ്മതിച്ചു. പക്ഷെ അബ്ദുക്കാനെ വഴി വെച്ച് ഒറ്റ കിട്ടി അവൻ തട്ടും. അമ്മേ, ശ്രീകൃഷ്ണന്റെ അച്ഛനും അമ്മയും വരുന്നു. അയ്യോ, ഇങ്ങോട്ട് കേറി ഇരുന്നാട്ടെ. പ്രഭാകരൻ ഇവിടെ ഇല്ല. ഇവളുടെ അച്ഛനും പുറത്തോട്ട് പോയിരിക്കാണല്ലോ. വെറുതെ കയറിയിരുന്ന് സമയം കളഞ്ഞിട്ട് എന്താ കാര്യം? ഇനിയിപ്പോ അവര് രണ്ടുപേരും കണ്ടിട്ടും കാര്യമൊന്നുമില്ല. മാധവക്കുറുപ്പേ, പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ മിണ്ടാതെ നിൽക്കണം. ഗൗരിയമ്മേ, അന്ന് നിങ്ങൾ എന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ കുടുംബമാഹാത്മ്യം കൊട്ടിഘോഷിച്ചായിരുന്നല്ലോ. ഞാൻ അന്നേ പറഞ്ഞതാ, പണവും പദവിയുമല്ല തറവാടിന്റെയും കുടുംബത്തിന്റെയും സൽപ്പേരെ ഞാൻ നോക്കുന്നുള്ളൂ എന്ന്. ഇപ്പൊ എന്തായി? ഇങ്ങനൊരു കുടുംബത്തിൽ നിന്ന് എന്റെ മകന് പെണ്ണ് വേണ്ട. എന്തായി പറയുന്നത്? കല്യാണം നിശ്ചയിച്ചിട്ട് നിങ്ങളുടെ മകൻ ആ പോലീസുകാരൻ സ്വഭാവദൂഷ്യമുള്ളവനാണെന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്നു. അവൻ കൂടെ താമസിപ്പിച്ചിരിക്കല്ലേ. ഒരു പോലീസുകാരന്റെ അനിയത്തിയെ എന്റെ മോൻ കല്യാണം കഴിക്കുന്നത് ഞാൻ സഹിക്കും. എന്നാൽ ഒരാഭാസന്റെ പെങ്ങളെ എന്റെ മരുമകളാക്കുന്ന പ്രശ്നമേ ഇല്ല. മാധവകുറുപ്പേ, ഇനി നമുക്കിവിടെ എന്താ കാര്യം? നടന്നോളൂ. അവരെ കുറ്റം പറയാൻ നോക്കൂ. ആ പെണ്ണിന് ഗർഭമുണ്ടെന്നും കൊച്ചു മറ്റാരുടേതാണെന്നൊക്കെ കേൾക്കുന്നു. ചേട്ടൻ അങ്ങനെ പലതും കേൾക്കും. എന്തൊക്കെയായാലും എന്റെ കൊച്ചേട്ടൻ നിങ്ങളോളം ബോർണല്ല. എന്താടി ആങ്കാരി നീ പറഞ്ഞതിന്റെ അർത്ഥം? ചേച്ചിയുടെ ഭർത്താവിന്റെ തൽസ്വരൂപം ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. ആ കൊച്ചിനെ ഓർത്ത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നീ എന്തിനാ അത് പറയാൻ പോയത്? അവളെ കൂടെ വഴിയാതാരാക്കണോ? നീ പൊന്നുപോലെ വിചാരിക്കുന്നത് നിന്റെ ചേട്ടൻ കാരണമല്ലേ കല്യാണം മുടങ്ങിയത്? എന്റെ കല്യാണം മുടങ്ങില്ല. പിന്നെ അവരിപ്പോ പറഞ്ഞിട്ട് പോയതോ? ദാശാനിയമ്മ മാധവക്കുറുപ്പല്ലേ എന്റെ കഴുത്ത് താലിയേട്ടാൻ പോണത്. ശ്രീകൃഷ്ണനാ. ആഹാ, ദേ ഇനി അവനുമായിട്ട് കൊഞ്ചാനോ കൊഴയാനോ പോയാൽ നിന്റെ കാലി എന്തെങ്കിലും ഒടിക്കും. ഓ, ഇതിനി ആരാണാവോ? കണ്ടിട്ട് ഒരു മുഖപരിചയം തോന്നുന്നില്ലല്ലോ. പ്രഭാകരൻ ഇവിടെ ഇല്ലേ? നിങ്ങളാരാ? ഞാൻ അവന്റെ കൂട്ടുകാരനാ. കൂട്ടുകാരനായിട്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? അവനിപ്പോ ഇവിടെ അല്ല താമസം. പലചരക്കടക്കാരൻ നളിനന്റെ വീട്ടില. എവിടുന്നോ കൊണ്ടുവന്ന ഒരു പെണ്ണുണ്ട് കൂടെ. ഈ അമ്മയുടെ ഒരു നാക്ക്. വരുന്നവരോടൊക്കെ എന്തിനാ പുരാണം പറയാൻ നിൽക്കുന്നേ? നീ പോടി. അടുത്ത് വരാതെ രണ്ടര ഞാൻ വിട്ടും. വെട്ട്. ആദ്യം എന്നെ തന്നെ വെട്ട്. എന്നെ കൊന്നിട്ട് ഇവിടുന്ന് പോയാ മതി. എന്നെ രക്ഷിച്ചവരുടെ വീട്ടിൽ തന്നെ കക്കാൻ വന്നു അല്ലേ? എന്ത് പോണേ? നീ ഇവിടെ എങ്ങനെ വന്നു? ഇറങ്ങിപ്പോ ഇവിടുന്ന്. എനിക്ക് ഇങ്ങനെ ഒരു ചേട്ടനില്ല. എന്റെ ചേട്ടൻ പണ്ടേ ചത്തുപോയി. വാസുവിടെ ഓടിക്കളഞ്ഞു. പ്രഭാരം പിന്നാലെ പോയി. അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. പ്രഭാകരൻ ഇനി കൂടുതലായി അഭിനയിക്കണമെന്നില്ല. കാമുകിയുടെ ആംഗളയുമായി ഒത്തുകളിച്ച് ഡിപ്പാർട്ട്മെന്റിനെ പരിഹസിക്കുകയാണല്ലേ? മാഡം, ഞാൻ എല്ലാം അന്വേഷിച്ചറിഞ്ഞു. ഇന്ദു വാസുവിന്റെ അനിയത്തിയാണ്. സത്യമായിട്ടും എനിക്കത് അറിഞ്ഞൂടായിരുന്നു. വാസുവിനെ പിടിക്കാൻ ഇനി പ്രഭാകരന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. നാരായണുള്ളേ, വരൂ.
എന്നെ കൊല്ലാൻ ആങ്ങളൊക്കെ ഒത്താശ ചെയ്യാനാണോ ഇവിടെ വന്നത്? എനിക്കൊന്നും അറിയാൻ വയ്യായിരുന്നു. ചേട്ടൻ രാത്രിയിൽ ഈ വീട്ടിൽ കയറി വരുമെന്ന് എനിക്കെങ്ങനെ അറിയാം? കള്ളന്റെ പെങ്ങളെന്ന് പറഞ്ഞ് ആളുകൾ കളിയാക്കുന്നതുകൊണ്ട് ഞാൻ ആരോട് എന്റെ ചേട്ടനെ കുറിച്ച് സംസാരിക്കാറില്ല. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അധികം സംസാരിക്കേണ്ട കാര്യമില്ല. ഈ നിമിഷം നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. നിനക്ക് അമ്മയുണ്ട്, തന്റെ ഇടമുള്ള ഒരു ആങ്ങളയുണ്ട്. എന്റെ സഹായം നിനക്ക് ഇനി ആവശ്യമില്ല. പൊയ്ക്കോ നിന്റെ പാട്ടിന്. വാസുവിന്റെ പെങ്ങളുമായി എനിക്ക് ഒരു ബന്ധവും വേണ്ട. നളിനൻ ഈ കാര്യത്തിൽ ഒന്നും പറയരുത്. ആ ഇൻസ്പെക്ടർ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഞാൻ ഇവളുടെ ആങ്ങളെയും കൂടെ ചേർന്ന് ഒത്തുകളിയാണെന്ന്. ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും അങ്ങനെ വിശ്വസിക്കൂ. എന്റെ ജോലിയും പോവും. അവൾ അവളുടെ ചേട്ടന്റെ കൂടെ പോട്ടെ. പോയിക്കോളൂ. പോകാനല്ലേ പറഞ്ഞത്? പ്രഭാകരൻ ചെയ്തത് കടുങ്കയായി പോയി. ഈ പെരുമഴയത്ത് അവളെ ഇറക്കി വിട്ടത് ശരിയായില്ല. ഇത് എന്റെ വീടാണ്. നീയാണ് അവൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. നീ തന്നെ അവൾ നല്ലവളാണെന്ന് എന്നോട് പറഞ്ഞത്. മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം. അവൾ എന്ത് വിളിച്ചു? മര്യാദയ്ക്ക് അവളെ തിരിച്ചു വിളിച്ചോണ്ട് വാ. പോടാ. എവിടെ പോകാനാ? ഞങ്ങളോട് വിടാം. ഈ തണുപ്പത്ത് മഴയും കൊണ്ട് നനഞ്ഞു പോകുന്നില്ല. വാ, ഞങ്ങൾ സഹായിക്കാമെന്നേ. ഒന്നും മിണ്ടാതെ പോയാൽ എങ്ങനാ? ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞില്ലേ? പെണ്ണുങ്ങളെ മാത്രം സഹായിക്കത്തുള്ളൂ, അത് ആണുങ്ങളെ സഹായിക്കും. എന്തുവാ നീ ചേട്ടൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ അവിടെ ഒന്ന് മോഷ്ടിക്കാനല്ല. ഇപ്രാവശ്യം ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത് ഇനി ഒരിക്കലും മോഷ്ടിക്കരുതെന്ന് തീരുമാനമായിട്ടാണ്. പക്ഷെ ഒരു തെറ്റും ചെയ്യാതെ തന്നെ പ്രഭാകരന്റെ കേസിൽ കൊടുക്കുക. ഞാൻ ലോക്കപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. വീണ്ടും എന്നെ പിടികൂടി. എനിക്ക് അതുകൊണ്ട് വൈരാഗ്യം. ഞാൻ ഇന്ന് ജീവനോട് ഇരിക്കുന്നത് തന്നെ ആ നല്ല മനുഷ്യന്റെ കാരണം കൊണ്ടാണെന്ന് ചേട്ടൻ അറിയാമോ? ചിറ്റപ്പൻ എന്നെ ബേബിച്ച മുതലാളിക്ക് വിൽക്കാൻ നോക്കി. അവിടെ നിന്ന് ഓടിപ്പോന്ന ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയിട്ടില്ല. ഞാൻ കാരണം പ്രഭാകരൻ സാറിനെ സ്വന്തം വീട്ടിൽ നിന്ന് പോലും പുറത്താക്കി. പ്രഭാകരനും നീ തമ്മിൽ ഒരു പുതിയ ജീവിതം കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചു. ചേട്ടൻ എല്ലാം തകർത്തു. ഇനി എനിക്ക് ചത്താ മതി. എല്ലാം കഴിഞ്ഞില്ലേ? ഒന്നും കഴിഞ്ഞില്ല. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ നിന്നോട് വേണ്ട, നീ എങ്ങും പോകണ്ട, വരുന്നതൊക്കെ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. പ്രഭാകരൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ബുദ്ധി വളരെ കുറവാണ്. ഞാൻ പഠിച്ചിട്ടില്ല. 12ാമത്തെ വയസ്സിൽ തുടങ്ങി ഓട്ടമായത്. വയ്യ, മടുത്തു. എല്ലാം മതിയാക്കാൻ തീരുമാനിച്ചു. വീട്ടിൽ പോകണം, അമ്മയും അനിയത്തെയും കാണണം, എന്തെങ്കിലും ഒരു തൊഴിൽ ജീവിക്കണം എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് പ്രഭാകരനെ പിടികൂടിയത്. എൻ്റെ ഒരേ ഒരു പെങ്ങളുടെ തലയെ തൊട്ട് ഞാൻ പറയുക, ഞാനെല്ലാം മോശം നടത്തിയത് അച്ചുവാണ്. ഞാനത് കണ്ടുപിടിച്ചു. എൻ്റെ വഴിതെറ്റിപ്പോയതുകൊണ്ടാണ് എൻ്റെ അനിയത്തിക്ക് ഗതി വന്നത്. പക്ഷെ പ്രഭാകരൻ അറിയാവോ, ഞാൻ ആദ്യമായി കട്ടത് ഇവക്ക് വേണ്ടി തന്നെയാണ്. ഇവൾ വിശന്ന് കരയുന്ന കാണാൻ ത്രാണിയില്ലാതായപ്പോൾ ഞാൻ കള്ളനായി. എന്റെ ദൈവമേ, പട്ടിണി കിടന്നെന്റെ കുഞ്ഞുങ്ങൾ ചത്തുപോ. പിന്നെയും പിന്നെയും പച്ചവെള്ളം കൊടുത്ത് വയറ്റിളക്കവും പിടിച്ചു. മോൻ വടക്കേരി പോയി ഒരു തുടം പാല് തരാൻ പറ. കുഞ്ഞ് കരയുന്നെന്ന് പറ. പൈസ കൊടുക്കാതെ ഇനി തരില്ലെന്ന് പറഞ്ഞമ്മേ. തങ്കപ്പച്ചേട്ടാ ഒന്ന് വിളിച്ചേ. ഓ, ഇവനങ്ങ് ചെന്നാലേ കാര്യങ്ങൾ നേരെയാവും. തങ്കപ്പച്ചേട്ടാ, ചെക്കൻ കാശെടുത്തോണ്ട് പോകും. വേഗം വന്നു. മോള് കരയല്ലേ? എന്റെ മോളെ ഞാൻ എടുക്കാം. അമ്മ വേഗം കാച്ച്. ഇത് എവിടെ നിന്ന് കിട്ടി മക്കളെ? കാട്ടെ, അമ്മ വേഗം കാച്ച്. എന്നാ മോളെ ഒന്ന് പിടിക്ക. ഇവൻ തന്നെ പട്ടാപ്പകൻ എന്റെ കൺവട്ടത്തിൽ രൂപ എടുത്തോടി. എന്താ ഇത്? എന്താ എന്റെ മോൻ ചെയ്തത്? എന്താണോ? അയ്യോ, അയ്യോ മോനെ. അമ്മ വീണ്ടും തങ്കപ്പൻ നായരെ കണ്ടു. അയാൾ എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അമ്മയ്ക്ക് അയാളോട് തോന്നിയ കടപ്പാടിന് അയാൾ ഒരു വലിയ വില നിശ്ചയിച്ചു. സഹായിക്കാൻ എന്ന പേരിൽ അയാൾ പതിവായി വീട്ടിൽ വരാൻ തുടങ്ങി. കള്ളവാറ്റുകാരൻ തങ്കപ്പൻ നായർ അങ്ങനെ പതുക്കെ പതുക്കെ ഞങ്ങളുടെ വീട്ടിലെ ആളായി മാറി. പിന്നെ അമ്മയുടെ രണ്ടാം ഭർത്താവായി. ഒരു ദിവസം ഒരു നിസാര കുറ്റത്തിന് അയാൾ എന്നെ പൊതിരെ തല്ലി.
തടസ്സം പിടിക്കാമെന്ന് അമ്മയൾ വെറുതെ വിട്ടില്ല. എന്റെ ദേഹം മുഴുവൻ പൊട്ടി ചോര കുടിഞ്ഞു. ഇരുട്ടത്ത് എങ്ങോട്ടൊന്നില്ലാതെ ഞാൻ ഓടി. 12ാം വയസ്സിൽ തുടങ്ങിയ തെറ്റ് ഇന്നും തുടരുകയാണ്. പലപ്പോഴും ജയിലിലായി, പല കുറ്റങ്ങൾക്കും. പുറത്തു വരുമ്പോഴൊക്കെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു, അമ്മയെയും ഇവളെയും കാണാൻ. പക്ഷെ കള്ളനായ എന്നോട് അവർക്ക് വെറുപ്പായിരുന്നു. തങ്കപ്പൻ നായരുടെ തണലിൽ വളരുന്ന എൻ്റെ പെങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഞാൻ ആലോചിച്ചത് ഏറെ വൈകിയാണ്. പക്ഷെ ഇപ്പോൾ എനിക്കെന്തോ സമാധാനം തോന്നി. ഞാൻ കാരണം പ്രഭാകരന്റെ ജീവിതം കൂടി. എല്ലാം ശരിയാവും. വാസു ഇപ്പൊ എന്റെ കൂടെ സ്റ്റേഷനിലേക്ക് വരണം. ഇൻസ്പെക്ടർ ആശ എന്നെ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നീ എന്നോടൊപ്പം വന്ന എല്ലാ തെറ്റിദ്ധാരണയും മാറും. വരാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് എൻ്റെ അമ്മയൊന്ന് കാണണം. എന്തു സുഖമായിരിക്കും എന്ന് പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കണം. എന്നെ കിട്ടാത്തവരുടെ ദേഷ്യം മുഴുവൻ ചിറ്റപ്പൻ അമ്മയോടാവും കാട്ടുക. നമ്മുടെ അമ്മയെ അയാൾ കൊല്ലാതെ കൊല്ലുന്നുണ്ടാവും. പ്രഭാകര, ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് നാളെ തന്നെ സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകാം. സത്യം. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ഇന്ദുവിനെ കരുതി. നീ എന്നെ ചതിച്ചാൽ എനിക്കും നിന്റെ പെങ്ങൾക്കും പിന്നെ ജീവിതമില്ല. അത് നീ മറക്കണ്ട. അനങ്ങി പോരുത്. ഐ വിൽ ഷൂട്ട് യു. ഇനിയും നിരപരാധി ചമയാനാണോ ഭാവം? നോക്കി അവൾ എവിടെയാണോ നിന്ന് തീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇതിനകത്ത് വീട് ഞാൻ തീ വെക്കും. ഇതാ തീപ്പെട്ടി. തീ വെക്കാൻ ഞങ്ങളോട് സഹായിക്കാം. നിങ്ങൾ ആരാ? എന്ത് വേണം? വേണ്ടത് നിന്റെ കൈയും കാലും. നീ തന്നെ മുറിച്ചു തരുന്നോ അതോ ഞങ്ങൾ മുറിച്ചെടുക്കണം? പോടാ. ഈ തങ്കപ്പൻ നായർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടല്ലേ ഈ മേൽവിലാസം തിരക്കി പിടിച്ച് ഞങ്ങൾ വന്നത്. ഇനി ശരിക്കും പരിചയപ്പെട്ടോളെ. എന്ത് പറഞ്ഞ നീ നടത്തിയ ഭീഷണി വേണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് നടത്താം. വാതിൽ അടച്ചുപൂട്ടി വീടിന് തീ വെക്കാം. പട്ടി. എടോ, ചൂരത്തം പെണ്ണുങ്ങളോടല്ലോ കാണിക്കേണ്ടത്. അമ്മ ഇനി ഇവിടെ താമസിക്കണ്ട. നമുക്ക് ഇന്ദുവിന്റെ അടുത്തേക്ക് പോവാം. എന്റെ ഇന്ദു മോളോ? അവളാണോ നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്? അതെ. ഇന്ദു. അമ്മേ. മോളെ, എന്റെ പൊന്നു മോളെ, നിന്നെ കാണാതായപ്പോ അമ്മ ആകെ തളർന്നു പോയി. അമ്മ അകത്തേക്ക് ചെല്ലും. അമ്മ വരും. കൊറേ നേരമായല്ലോ നീ ആലോചിച്ചോണ്ടിരിക്കുന്നേ. എന്താ കാര്യം? അത് ഇന്ദുവിന്റെ അമ്മ കൂടി വന്ന സ്ഥിതിക്ക് ഞങ്ങൾ മൂന്നാളും കൂടി മറ്റൊരു വീട്ടിലേക്ക് മാറിയാലോ എന്ന്. ഓഹോ, ഈ വീട്ടിൽ നിങ്ങൾക്ക് സൗകര്യം പോരാൻ തോന്നുന്നുണ്ടോ? അതല്ല, നീ തെറ്റിദ്ധരിക്കരുത്. എന്നായാലും എനിക്കൊരു വീട് വേണം. അതിന് പെട്ടെന്നൊരു വീട്? ഒരു ചെറിയ വീട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിലും ആയിക്കോളൂ. എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാം. തെളിച്ച് പറയടാ, ആ പോലീസുകാരൻ അവളെ കെട്ടിയോ? അയ്യോ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. ഇന്ദുവിന്റെ ചേട്ടൻ വാസുവില്ലേ, അവന്റെ പരിചയക്കാരാണ് അയാൾ. ഓഹോ, ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കണ്ട പോലീസുകാരന്റെ ഇങ്ങോട്ട് വന്നേക്കരുത്. അതിനുവേണ്ടിയല്ല ഞാൻ പണം ഇത്രയും ചെലവാക്കിയത്. ഇല്ല, ആ പോലീസുകാരന്റെ കൈ പെട്ടത് കൊണ്ടാ. ഇല്ലെങ്കിൽ അവൾ എന്നെ മുതലാളിയുടെ മുമ്പ് വന്ന് നിന്നേനെ. എനിക്ക് കുറച്ച് ദിവസം കൂടെ സമയം വേണം. പറയാൻ എനിക്ക് വിഷമമുണ്ട്. പ്രഭാകരനെ 3 മാസത്തേക്ക് ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. വാസുവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിന്. 2 പ്രാവശ്യം ജീവൻ പണയപ്പെടുത്തി വാസുവിനെ പിടികൂടിയത് ഞാനല്ലേ? അന്ന് എനിക്ക് ഇൻക്രിമെന്റ് ഒന്നും തന്നില്ലല്ലോ. ഇത്തരം ചോദ്യങ്ങൾക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രസക്തിയില്ല. യു മേ ഗോ. ഞങ്ങള് കാരണം സാറിന്റെ ജീവിതം പാഴായല്ലേ? ഇത് സസ്പെൻഷനാ, ഡിസ്മിസൽ അല്ല. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോയിക്കോളാം. സാറ് സാറിന്റെ വീട്ടിൽ പോയി സുഖമായിരിക്കേ. ആദ്യം നിങ്ങൾ രണ്ടുപേരും ഈ സാറേ എന്നുള്ള വിളിയൊന്ന് നിർത്തണം. ഇന്ദുവിന്റെ അമ്മയെ എന്റെ അമ്മയായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ.
ഈ ജോലി പോയാലും നിങ്ങൾ രണ്ടുപേരെയും പുലർത്താനുള്ള ആരോഗ്യം എനിക്കുണ്ട്. മോനെ, എന്നെ ഡിസ്മിസ് ചെയ്തപ്പോ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. എന്റെ മോൻ ഈ ഉമ്മാക്കി കണ്ടിട്ടൊന്നും പേടിക്കരുത്. തുമ്മ്യാ തെറിച്ചു പോണ മൂക്ക് നമുക്ക് എന്തിനാണ്? മോളെ, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് മറന്നേക്കണം. ഇത് ഇന്ദുവിന്റെ അമ്മയല്ലേ? എന്താ പേര്? ദേവകി. ദേവകിക്കുട്ടി, നീ എന്റെ അനിയത്തിയ, ഞാൻ നിന്റെ ചേട്ടൻ. ഇവൾ എന്റെ മോന്റെ മുറപ്പെണ്ണ്. എന്റെ അനന്തരവളെ എന്റെ മോൻ കെട്ടും. ഞാൻ നോക്കട്ടെ. ഓ പ്രഭാര, എനിക്കൊരു 5 രൂപ താടാ. അച്ഛൻ ഇപ്പൊ തന്നെ നന്നായി കുടിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലായാൽ ആരെങ്കിലും ചീത്ത വിളിക്കും. വേണ്ട. എന്റെ പൊന്നു മോനല്ലേ, നിന്റെ സസ്പെൻഷൻ അച്ഛനൊന്നും ആഘോഷിക്കട്ടാ. ഇന്ന് കുടിച്ചില്ലെങ്കിൽ ഞാൻ നെഞ്ചു പൊട്ടി ചത്തുപോകും. താട മോനെ. പാത്രത്തിൽ എന്താ മോനെ? അപ്പൂപ്പൻ പോയിക്കോ, ഇതിൽ പരുത്തിക്കുറും പിണ്ണാക്ക. പോരാ. എടീ, എന്റെ മോനെ നീ സസ്പെൻഡ് ചെയ്യല്ലടി. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തിറങ്ങി വന്ന് ഈ ചോദ്യത്തിന് സമാധാനം പറ. രാപ്പകയില്ലാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പോലീസുകാരനൊരു അബദ്ധം പറ്റിയ നീ സസ്പെൻഡ് ചെയ്യല്ലടി. എന്താ നിങ്ങളുടെ ഭാവം? മദ്യപിച്ച് ലെക്കിട്ട് സ്ത്രീകൾ മാത്രം താമസിക്കുന്നിടത്തുനിന്ന് എന്ത് തോന്നിയാസാണോന്നാണോ? ഇറങ്ങി പോകുന്നുണ്ടോ? അതോ കേസ് ചാർജ് ചെയ്യണോ? ഇവള് പറഞ്ഞത് കേട്ടാ? ചാർജ് ചെയ്യും പോലും. നീ പോയി ചാർജ് ചെയ്യടി. ആ കേസ് എങ്ങനെ വരുമെന്ന് എനിക്കറിയാം. നരുന്ത് പെണ്ണ്. ഞാൻ കാണാത്ത ഏത് കേസാ ഇവള് കണ്ടിരിക്കണേ? ഇവളെയൊക്കെ ഇൻസ്പെക്ടർ ആക്കിയ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ ഗുണം പിടിക്കുക? കള്ളക്കടത്തുകാരനും കഞ്ചാവ് കൃഷിക്കാരനും ഇവിടെ രാജാക്കന്മാരെ. ഹലോ, ഇൻസ്പെക്ടർ ആശാ സ്പീക്കിംഗ്. നിങ്ങൾ ഉടനെ ജീപ്പ് പോയി വീട്ടിലേക്ക് വരണം. പറ്റുമോ? വന്നിട്ട് പറയാം. നമ്മുടെ നാട്ടില് പോലീസ് ഇൻസ്പെക്ടർ ആയിട്ടൊരു പെണ്ണ് വേണ്ട. കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത ഈ പെണ്ണിന് ലോ ആൻഡ് ഓർഡറിനെ കുറിച്ച് എന്തറിയാം? നീ എന്താ നോക്കി പേടിപ്പിക്ക ഈർക്കിലി പെണ്ണ്? പോലീസ് സൂപ്രണ്ടിനോട് നുണ പറഞ്ഞു കൊടുത്ത് ഇവളെന്റെ മോൻ പ്രഭാകരനെ സസ്പെൻഡ് ചെയ്യിപ്പിച്ചു. ഈ പാട്ടത്തിൽ കൈമള്ള പോലെ. ഈ മനുഷ്യനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോക്കോളൂ. ഞാൻ വന്നിട്ട് വിട്ടാ മതി. പണ്ടങ്ങ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് എന്ത് ധിക്കാരാകാവുന്നോ? അത് സെന്റിമെന്റ്സ് ഒന്നും എനിക്ക് കാണണ്ട. ഓ കൈമട്ടം കൂടി വന്നോട്ടെ. നീ വിളിച്ചാൽ ഞാൻ വരും. നീ കുടുംബക്കാരനാ, അല്ലാതെ ഇവളെ പേടിച്ചിട്ടല്ല. അല്ലല്ല, ജീപ്പ് കൊണ്ടുവന്നുണ്ട്. ജീപ്പ് കൊണ്ടുവന്നുണ്ട്. എല്ലാ സൗകര്യത്തോടു കൂടിയാണ്. അങ്ങോട്ട് കയറിയട്ടെ. കുറച്ചും കൂടി അങ്ങോട്ട് ഇരുന്ന എനിക്കും കൂടി കയറാം. പോലീസ് സ്റ്റേഷനിലേക്കല്ല, പ്രാന്ത ആസ്പത്രിയിലേക്കാ കളവനെ അയക്കേണ്ടത്. നീ ആരോട് ഈ പ്രതികാരം ചെയ്യുന്നത്? ആ കളവനോടോ അതോ അയാളുടെ മകനോടോ? വാട്ട് ഡു യു മീൻ? ഐ മീൻ വാട്ട് ഐ സേ. പ്രഭാകരനെ നിനക്ക് ഇഷ്ടമായിരുന്നു. അയാൾ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുമെന്ന് ഉറപ്പായപ്പോ നിനക്ക് അയാളോട് ദേഷ്യമായി. പിന്നെ അയാളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക മാത്രമായി നിന്റെ ലക്ഷ്യം. ഒരു ചെറിയ കുറ്റം പെരുപ്പിച്ച് കാണിച്ച് പ്രഭാകരനെ നീ സസ്പെൻഡ് ചെയ്യിച്ചു. ആ വയസ്സിനെ ലോക്കപ്പിലും ആക്കി. ആശേ, നീ വളരെ ചെറുതായിപ്പോയി. കൈമളേട്ടാ, എന്താ സാർ? അയാൾ വെറുതെ അടിച്ചു നോക്കിയാ. നീ പോയിക്കോ. ചേട്ടൻ ഈ പരിപാടി നടത്തിയില്ലെങ്കിൽ പ്രഭാകരന്റെ കാര്യം കഷ്ടത്തിലാവും. ആ സ്ത്രീ ഒരു മുൻകോപക്കാരിയാ. ചിലപ്പോ കേസ് അവളോട് പോവാൻ പറയടാ. അത് ചേട്ടൻ പറഞ്ഞാൽ മതി. അല്ല, ഇത് പകുതിയിലേറിണ്ടല്ലോ. ഇതെന്ന് എത്രാമത്തേതാ? ഇന്ന് ആകെ എത്ര 5 രൂപീസ് കിട്ടി? നീ പോടാ. കൊള. പോലീസ് സ്റ്റേഷനിൽ മദ്യം സൂക്ഷിക്കുന്നത് ശരിയല്ല. ഈ ഒരു കാര്യം ചെയ്യും, ഒരു 2 ഗ്ലാസും കുറച്ച് വെള്ളവും കൊണ്ട് എടുത്തു. ഒരു ഗ്ലാസ് മതി. അപ്പൊ ചേട്ടൻ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ ഒറ്റക്ക് ഇങ്ങനെ കുടിക്കേ. പഴയ പോലീസുകാരനും പുതിയ പോലീസുകാരും ചേർന്ന് പോലീസ് സ്റ്റേഷൻ ചാരായക്കടയാക്കാണല്ലേ? അത് ഞങ്ങൾ തൊണ്ടി സാധനം. അത് പുറത്തു കളയൂ. കളഞ്ഞാ പിന്നെ എവിഡൻസ് ഇല്ലല്ലോ. കളയാനല്ലേ പറഞ്ഞത്? ഞാൻ അപ്പോഴേ എന്നോട് പറഞ്ഞത് പ്രതീക്ഷിക്കാതെ എന്ത് സംഭവിക്കും. കൊണ്ട് കളയും. ഇദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി വിടും. കേസ് ചാർജ് ചെയ്യണ്ട. ഞാൻ തന്നെ പോയിക്കോളാം. നിൽക്കൂ. ഉപദേശിക്കല്ല, അതുകൊണ്ട് പ്രയോജനമില്ലെന്നറിയാം. എനിക്ക് അച്ഛനും അമ്മയില്ല. നിങ്ങളെ എന്റെ അച്ഛനെ പോലെ കരുതിയിട്ട് പറയാ, ഇങ്ങനെ കുടിച്ച് നശിക്കരുത്. നല്ല ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന ആള് നാടിനും വീടിനും കൊള്ളാത്തവനായി കഴിയുന്നത് കാണുമ്പോ കഷ്ടമുണ്ട്.
നല്ലൊരു ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു എന്ന് പറഞ്ഞത് ശരിയാ. പക്ഷെ എന്നെ നല്ലവനായിരിക്കാൻ ഇവിടുത്തെ ചുറ്റുപാടുകൾ സമ്മതിച്ചില്ല. കൈക്കൂലി വാങ്ങാതെ ആരുടെ മുമ്പിലേയും കുലുങ്ങാതെ ഇരുന്ന ഹെഡ് കോൺസ്റ്റബിൾ കൈമളെ ഇല്ലാത്ത കുറ്റം ആരോപിച്ച് സസ്പെൻഷൻ ട്രാൻസ്ഫറും ചെയ്യിച്ചു. ഞാനതിന് വഴങ്ങില്ല. മേലുദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി 4 വാക്ക് ചോദിച്ചു. പിന്നെ എനിക്ക് കിട്ടിയത് ഡിസ്മിസലായിരുന്നു. ആ കുഞ്ഞു ചെറുപ്പല്ലേ, ഇവിടുത്തെ കളികളൊക്കെ കാണാതിരിക്കണേ ഉള്ളൂ. പോട്ടെ. അമ്മേ, ആ ഇൻസ്പെക്ടർ ഇങ്ങോട്ട് വരുന്നു. അല്പം വെയിറ്റ് ചെയ്യൂ. എന്നെ മനസ്സിലായോ? ഞാൻ ഇന്ദുവിനെ ഒന്ന് കാണാനായി തന്നെ വന്നതാണ്. ഇവിടെ ഇരിക്കാൻ സൗകര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങോട്ട് മാറിയ ദിവസമാണ് പ്രഭേട്ടന് ജോലി നഷ്ടപ്പെട്ടത്. നിന്റെ പ്രഭേട്ടന് ജോലി നഷ്ടപ്പെട്ടിട്ടില്ല. 3 മാസത്തേക്ക് ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ച ഒരവധി, അത്രേ ഉള്ളൂ. എന്റെ മക്കൾ ചെയ്ത കുറ്റത്തിന് കുഞ്ഞെന്തിനാ പ്രഭാകരനെ ശിക്ഷിച്ചത്? ഞങ്ങളെ സഹായിച്ചൊന്നൊരു തെറ്റേ പ്രഭാകരൻ ചെയ്തിട്ടുള്ളൂ. തിരുത്താൻ പറ്റാത്ത തെറ്റുകളില്ല. അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റ് ചെയ്തവളാ ഞാൻ. അതിന്റെ ഫലം മുഴുവൻ അനുഭവിക്കുന്നത് എന്റെ മക്കളും. അത്യാവശ്യത്തിനുള്ള വീട്ടുപകരണങ്ങളായി 2 ആഴ്ചത്തേക്കുള്ള അരിയും സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ ധാരാളം. നളനിന് ഞാൻ വലിയൊരു കടക്കാരനായി. ഈ ജന്മം തിരിച്ചു തരാനാവാത്തത്ര കടപ്പാടും. കഴിഞ്ഞ ജന്മം നീ എനിക്ക് തന്നത് ഈ ജന്മം ഞാൻ തിരിച്ചു തരുന്നു എന്ന് വിചാരിച്ചാൽ മതി. ജയ, നീ കൂടെ ചെല്ല് പോലീസ് മാമന്റെ കൂടെ. നിങ്ങൾ പറയുന്ന ബേബിച്ചൻ രാഷ്ട്രീയത്തിൽ പിടിപാടുള്ള ആളാണല്ലേ? അതുകൊണ്ടാ കുഞ്ഞെ ഞങ്ങൾക്ക് പേടി. ധൈര്യമായിരിക്കൂ, എല്ലാം ശരിയാവും. ഞാൻ ഇറങ്ങട്ടെ. ഇത് വെച്ചോളൂ. ചേച്ചി അനിയത്തിക്ക് തരുന്ന പോലെ കരുതിയാ മതി. വാങ്ങിച്ചോളൂ. ഇന്ദു, ആ രൂപ തിരിച്ചു കൊടുത്തേക്കു. ഞാനത് പ്രഭാകരന് തന്നതല്ല. ഇപ്പോ ഇന്ദു ഞാനും തമ്മിൽ വ്യത്യാസമില്ല. അവള് വാങ്ങിയ ഞാൻ വാങ്ങുന്ന പോലെയാ. നിങ്ങൾ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ 250 രൂപ കടം വാങ്ങി. അത് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. കൂടുതൽ കടപ്പാട് എപ്പോഴും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതാ ആ പെണ്ണുമുള്ളയല്ലേ പോലീസ് അമ്മാവനെ സസ്പെൻഡ് ചെയ്തത്? പിന്നെ ഇങ്ങനെ ഒരു നാണമില്ലാതെ നമ്മുടെ വീട്ടിൽ വന്നത്? പോലീസ് അമ്മാവ ഞാൻ പോട്ടെ. ചോറിന്റെ അകത്ത് ചേച്ചി അവിൽ അരിയുന്നേ ഉള്ളൂ. ഐ കോൺ വെയിറ്റ്. മോന് നന്നായി വിശന്ന് കാണും. മണി 3 ആയില്ലേ? താമസിച്ചുള്ള ഊണാ ഞങ്ങളുടെ വീട്ടിലും പതിവ്. അമ്മേ, ഓ, അമ്മായിയമ്മേ ഇങ്ങ് വന്ന് പൊറുതി തുടങ്ങിയെന്ന് കേട്ടു. കല്യാണത്തിന് മുമ്പേ എന്റെ മോനെ മൊത്തമായിട്ട് ഇങ്ങ് എടുത്തോ? കഴുത്തെ താലി കയറുന്നതിന് മുമ്പ് ഇതാ സ്ഥിതിയെങ്കിൽ ഒന്ന് പെറ്റ് കഴിയുമ്പോ എന്തായിരിക്കും? അമ്മ വരൂ, നമുക്ക് ഊണ് കഴിക്കാം. ഓ, അമ്മയോടൊരു സ്നേഹം. എനിക്ക് വേണ്ട നിന്റെ ചോറും പായസമൊന്നും. നമുക്ക് ഒരുമിച്ചിരിക്കാമേ, അല്ലേ ഞാനും കഴിക്കുന്നില്ല. നിന്റെ വീട്, നിന്റെ ചോറ്, നിന്റെ ഇഷ്ടക്കാരി. നീ എന്തിനാ ഉണ്ണാതിരിക്കുന്നേ? വരൂ അമ്മേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മയെ കൂട്ടുന്ന ഒരു മോൻ ദിവസം വീട്ടിൽ വന്ന് 3 നേരം അമ്മയ്ക്ക് വാരി തരികയല്ലേ? അമ്മ എനിക്കും ഞാൻ അമ്മയ്ക്കും വാരി തന്നിട്ടില്ലേ? അമ്മ മറന്നുപോയോ? ഞാൻ എത്ര വലിയ തെറ്റ് ചെയ്താലും അമ്മയ്ക്ക് മോനെന്ന് വിളിക്കാൻ രണ്ടാമതൊരാളുണ്ടോ? ഇന്ന് എന്റെ ഒപ്പം വരുന്ന അമ്മ ഊണ് കഴിക്കണം. ഞാൻ ഈ വീട് വാടകയ്ക്ക് എടുത്തിട്ട് ആദ്യമായിട്ട് ചോറ് വെക്കുന്ന ഇന്ന എന്റെ അമ്മയും അച്ഛനെയും കൂടപ്പുറപ്പുകളെയും ഓർത്തിട്ടാ ഞാൻ ഉണ്ണാനിരുന്നത്. നിന്റെ അടുത്ത് എനിക്ക് എന്ത് വാശി? നമുക്കൊന്ന് ചൂണ് കഴിക്കാം. വാ. അമ്മ ഇരിക്ക്. മോനിരിക്കെ ഇരിക്കെ. കറികളൊക്കെ നീയാണോ വെച്ചത് അതോ നിന്റെ തള്ളയോ? ഞാനമ്മേ.
തരക്കേടില്ല, ഏതാണ്ടൊരു ചവയൊക്കെ ഉണ്ട്. തന്നിഷ്ടക്കാരിയാണെങ്കിലും നിനക്ക് വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാം. പിന്നൊരു കാര്യം, അമ്മയോടും മോളോടും കൂടെ എന്റെ മോന് എന്നോടുള്ള സ്നേഹം കണ്ടല്ലോ. അവനെ പെട്ടിക്കകത്ത് വെച്ച് പൂട്ടിക്കളയരുത്. അതെന്തോടാ, മാങ്ങാക്കറിയാണോ? ചിരിഞ്ഞിട്ട് പ്രഭാകരന്റെ അമ്മ പറയുന്നതിലും കാര്യമില്ലാതില്ല. നിന്റെ കഴുത്തിൽ ഒരു താലി പോലും ഇല്ല. എന്ത് ബന്ധം പറഞ്ഞാ ഞാനീ വീട്ടിൽ കഴിയാ? നീ എന്താ ആ കാര്യം പ്രഭാകരനോട് പറയാത്തത്? അമ്മ പറയുന്നു എന്റെ കഴുത്തിലൊരു താലി വേണമെന്ന്. ഞാൻ ചിന്തിക്കാതിരുന്നില്ല. പക്ഷെ ഒരു ജോലി കൂടി ഇല്ലാത്ത ഈ സമയത്ത് ഒരല്പം പൊന്ന് എന്റെ കഴുത്തിലും കാതിലും ഉണ്ട്. ഞാനിത് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് മേടിച്ചതാ. ഇത് വിറ്റ് എനിക്കൊരു താലി മാത്രം വാങ്ങൂ. അതൊരു ചരടിൽ ഈ കഴുത്തിൽ കെട്ടിയാ മതി. ആർതാണോ അവിടെ? എടീ, നിന്നോട് മില്ലിൽ വരാൻ ആരാ പറഞ്ഞേ? അച്ഛാ, ലീല ഗോതമ്പ് പൊടിപ്പിക്കാനാ വന്നിരിക്കുന്നത്. വ്യക്തിപരമായ കാര്യവും ബിസിനസ് കാര്യവും തമ്മിൽ കൂട്ടിക്കൊഴിക്കരുത്. ഇറങ്ങി പോടി വണ്ണേ പുറത്ത്. അച്ഛാ, നിന്റെ ഗോതമ്പ് എന്റെ മെഷീനിൽ പൊടിക്കാൻ ഒക്കില്ല. നിങ്ങളൊക്കെ പൊയ്ക്കോ, ഇന്നിവിടെ പണിയില്ല. എടാ ശ്രീകൃഷ്ണ, മാധവക്കുറുപ്പേ, എടാ ദാക്ഷായിനിയമ്മ എന്നെ പേര് വിളിക്കുന്നത് വേറെ കാര്യം. നീ എന്റെ മോന. ഇപ്പൊ ഞാൻ തൊഴിലാളി, നിങ്ങൾ മുതലാളി. ഞാൻ സമരം പ്രഖ്യാപിക്കുന്നു. എടാ എന്താ ഈ കാണിക്കുന്നത്? എടാ ശ്രീകൃഷ്ണ, പൊന്നുമോനെ ചതിക്കല്ലേ. നീ ആ ഫ്യൂസ് കൊണ്ടുപോയാ ദാക്ഷായിനിയമ്മ എന്റെ ഫ്യൂസ് വരും. ലീലേ, എന്റെ പുറകെ വരണ്ട, നീ എന്റെ പാട്ടിന് പോ. നിന്റെ പുറകെ മാത്രമേ ഞാൻ വരൂ. എന്നാ എന്നെ കല്യാണം കഴിക്കേ. ഞാൻ റെഡി. സത്യാണോ? സത്യം. കെട്ടിപ്പിടുത്തം നിന്നെ ഞാൻ ശരിയാക്കും. എന്റെ മോന്റെ മാനം അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കാനേ പറഞ്ഞത്. എന്നെ ഓടിക്കരുത്, അവിടെ നിൽക്കാൻ. എന്ത് വേണം? കല്യാണം കഴിക്കണം. എന്നെയോ? ലീല, ഞാൻ പറയാം. ഞാനും ശ്രീകൃഷ്ണനും തമ്മിൽ സ്നേഹത്തിലാ. ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം. അതിന് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നാ പറയുന്നത്. എന്താ അമ്മേ? എന്റെ മോക്ക് കല്യാണം ഉറപ്പിച്ചതാ ഇവന്റെ തന്തേന്നല്ലേ. പ്രഭാകരൻ ഏതോ ഒരു പെണ്ണിനെ കൂടെ താമസിപ്പിച്ചെന്ന് പറഞ്ഞ അവര് പിന്മാറി. അത് ഞാനങ്ങ് ക്ഷമിച്ചു. എന്നാലും ഇവ പിന്നെ ഇവിടെ പിന്നാലെ കൂടി അവിടെ റോഡിൽ വെച്ച് തോന്നിയാസം കാണിക്കാ. അമ്മ ഇപ്പൊ മോളെ വിളിച്ചോണ്ട് പോണം. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. വാടി ഇവിടെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിക്കട അവിടെ. ദാക്ഷാണിയമ്മേ, എന്താ നിങ്ങളുടെ വിചാരം? വിശ്വാസവഞ്ചന കുറ്റകരമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങളുടെ കുടുംബസ്ഥിതിക്ക് പറ്റിയ ബന്ധം. എന്താ നിങ്ങളുടെ കുടുംബസ്ഥിതി? പറയൂ, കേൾക്കട്ടെ. ഞങ്ങൾ മാർത്താണ്ഡ മഠത്തിൽ പിള്ളയുടെ വംശമാ. പച്ച കള്ളവാ. അമ്മയുടെ ഒരു വലിയ മുത്തശ്ശി ആ തറവാട്ടിലെ അടിച്ചുകളിക്കാരിയായിരുന്നു. അതാ സത്യം. ഇത് മറ്റൊരു കേസിനുള്ള വഴി. എനിക്ക് ഈ കല്യാണം പരിപൂർണ സമ്മത. ദാക്ഷായിനിയമ്മ പേടിച്ചാ ഞാനൊന്നും മിണ്ടാതെ നിൽക്കണത്. ഭാര്യ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? അതൊരു ശീലായിപ്പോയി. നിങ്ങൾ വാക്ക് പാലിക്കണം. വംശപാരമ്പര്യം പ്രസംഗിച്ചാൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിലും കാണിക്കണം. നിങ്ങൾ ഈ വിവാഹം നടത്തി കൊടുത്തില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ നടത്തി കൊടുക്കും. എന്ത് പറയുന്നു? ഞങ്ങൾ തന്നെ നടത്തി കൊടുക്കാം. മാധവക്കുറുപ്പേ, ജോത്സ്യരെ കണ്ട് മുഹൂർത്തം നോക്കിക്കോളൂ. ശരി. പ്രഭാകരനില്ലേ ഇവിടെ? ഇല്ല, ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി. ആ, എന്റെ ഭാര്യ പറഞ്ഞു ഇവൾക്ക് നന്നായിട്ട് വെക്കാനും വിളമ്പാനും ഒക്കെ അറിയാന്ന്. നല്ല വിശപ്പുണ്ട്, വല്ലതും കഴിക്കാനുണ്ടാ? ഉണ്ട്, പുട്ടും പയറും തരട്ടെ. ആ, ചെറുപ്പത്തിലെ ഭക്ഷണം എന്ന് പറഞ്ഞ ആർത്തിയാ. എത്ര കഴിച്ചാലും മതിയാവില്ല. പിന്നെ കൂടിയും തുടങ്ങിയപ്പോ പറയും വേണ്ട. ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് 5-6 ദോശ കഴിച്ചതാ. അത് എവിടേക്കാ പോണേന്ന് എനിക്കറിയില്ല. മോളെ, ഞാൻ ഇനി ഇവിടെ തന്നെ നിങ്ങളുടെ കൂടെ കഴിയാൻ പോവാ. എന്താ? അന്ന് എന്റെ കാശില്ലായിരുന്നു. വേണ്ട മോളെ, ഇന്നലെയും ഇന്ന് ഇതുവരെയും ഞാൻ കഴിച്ചിട്ടില്ല. കഴിക്കാതെ നിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കണ്ടവന്റെ മുമ്പിലൊക്കെ കുടിക്കാൻ വേണ്ടി കൈ നീട്ടിയിട്ടുണ്ട്. അതൊരു നാണക്കേടാണെന്ന് അപ്പൊ ഞാൻ ഓർത്തില്ല. എനിക്ക് വേണ്ട. പ്രഭാകരനിരിക്കൂ, ആശ കുളിക്കാൻ ഇപ്പൊ വരും. ഇത് 250 രൂപയുണ്ട്. ഞാൻ മിസ് ആശയ്ക്ക് കൊടുക്കാനുള്ളതാണ്.
എനിക്ക് അവരെ കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ പണം മടക്കി കൊടുക്കണമെന്ന് നിർബന്ധമുണ്ട്. നിൽക്കൂ. ഇവിടെ വരെ വന്നിട്ട് ആശയെ കാണാതെ പോകുന്നത് എന്തായാലും ശരിയല്ല. അങ്ങനെ ഒരു ബന്ധമല്ല ആശയ്ക്ക് നിങ്ങളോടുള്ളത്. എന്ത് ബന്ധം? എന്നെ സസ്പെൻഡ് ചെയ്യിപ്പിച്ച അവരല്ലേ? ആ ധാരണ ശരിയല്ല. കണ്ടുമുട്ടിയ നിമിഷം മുതൽ ആശ പ്രഭാരനെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്ദുവിനെ പ്രഭാരം കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ആ സ്ഥാനത്ത്. സ്റ്റെല്ല, നീ സംസാരിച്ചു നിന്നതല്ലാതെ പ്രഭാകരനൊരു ചായ വേണോന്ന് പോലും ചോദിച്ചില്ല അല്ലേ? എന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ തെറ്റ് എനിക്ക് പറ്റി. ഞാനത് തിരുത്തുകയും ചെയ്തു. ആ, ഒരു പ്രധാന കാര്യം, ഞാൻ ഇന്ദുവിനെ കണ്ട് സംസാരിച്ചത് വളരെ പ്രയോജനം ചെയ്തു. ചിലതൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞു. ഞാൻ SP യെ കാണാൻ പോവാണ്. പ്രഭാകരൻ കൂടി എന്നോടൊപ്പം വരണം. ഈ വേവിച്ച മുതലാളിയെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. ജുവലറി, ഫൈനാൻസ് കമ്പനി, എക്സ്പോർട്സ്, എസ്റ്റേറ്റ് തുടങ്ങി പലതുമുള്ള ആളാ. പിന്നെ ഹൈ ലെവൽ ഇൻഫ്ലുവൻസും ഉണ്ട്. സോളിഡ് എവിഡൻസ് ഇല്ലാതെ ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ല. തെളിവുകൾ ഉണ്ടാക്കാൻ സാർ. തെക്കേപ്പാട്ട് ജ്വല്ലറിയിൽ മോഷണം നടത്തിയത് വാസുവല്ല, ഈ ബേബിച്ച മുതലാളിയുടെ ആളാണ്. തെക്കേപ്പാട്ട് ജ്വല്ലറി മോഷണ കേസ് വാസുവിനെ പിടിച്ചത് ഈ നിൽക്കുന്ന പ്രഭാകരൻ തന്നെയല്ലേ? അത് ആള് മാറിപ്പോയതാണ് സാർ. അപ്പോ അത് ആരാണെന്നറിയാതെ നിങ്ങളുടെ പേരിലുള്ള സസ്പെൻഷൻ പോലും എനിക്ക് പിൻവലിക്കാൻ പറ്റില്ല. ആളെ അറിയാം സാർ. അതൊരു അച്ചുവാണ്. അയാളെ കണ്ടുപിടിച്ചാൽ ഈ ഒരു കേസ് മാത്രമല്ല മറ്റു പലതിനും തുമ്പുണ്ടാവും. അയാളുടെ വേറെ ബൂട്ട്സ് അറിയാൻ എന്താ വഴി? ഇപ്പൊ ജയിലിലുള്ള വാസുവിന് അച്ചുവിന്റെ താവളങ്ങളെല്ലാം അറിയാം. വാസുവിനെ 1-2 ദിവസത്തേക്ക് വിട്ടുതരാനുള്ള ഏർപ്പാടുകൾ സാറ് ചെയ്തു തരണം. യു മീൻ മുള്ളുകൊണ്ട് മുള്ളെടുക്കുക, അതല്ലേ? സാർ, പക്ഷെ അതിലുള്ള റിസ്ക് ഐ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി സാർ. ഓക്കെ, നമുക്ക് ജയിൽ സൂപ്രണ്ടിനെ കാണാം. അച്ഛൻ്റെ ഒരു താവളം, നാരായണന്റെ വീടാ. അണ്ണൻ എന്താ വേണ്ടത്? കോഴിയാടോ? മീൻകറി മതി. അല്ല, ഇതാര് വാസുവോ? എവിടെയായിരുന്നു ഇത്രയും നാളും? ഞങ്ങളെയൊക്കെ ഒന്ന് മറന്നു അല്ലേ? നീങ്ങൊന്നേ, ഞാൻ അവളെ നടത്ത് കാണട്ടെ. ആയ കാലത്ത് ഞാനും ഇവിടെ പോലെ ഇരുന്നതാ. നിനക്ക് എത്ര അഡ്വാൻസ് വേണോടി? എത്ര കിട്ടുമെന്ന് പറ. 10,000 വരെ ആരും കണ്ണുടച്ചു തരും. പിന്നെ കിട്ടുന്ന അവരവരുടെ മനോധർമ്മം പോലെ ഇരിക്കും. അച്ചുവിടെ അവനെ കണ്ടിരുന്ന കാര്യം വേഗം ശരിയായനെ. ആ കാര്യം വാസു അറിഞ്ഞില്ലേ? ആ കള്ളയുടെ ആ ഫ്രണ്ട് എടുത്തുനിന്ന് പോയി. ഇപ്പൊ ആ പങ്കജാക്ഷിയുടെ കൂടെയാ. ഏത് പങ്കജാക്ഷി? പങ്കജാക്ഷി, എടി പങ്കജാക്ഷി. എന്താ? എന്റെ അച്ചോണ്ണനെ വിളിച്ച്. ഏതച്ചോണ്ണൻ? എന്റെ അച്ചോണ്ണൻ. നീ കൈവശം കൊടുത്ത് പിടിച്ചു വെച്ചിരിക്കല്ലേ? അത് നിന്റെ തൊഴില്. ചാരായത്തിലല്ലേ നീ ജപിച്ചു കൊടുത്തത്? അത് ഛർദ്ദിപ്പിക്കാൻ ഞാൻ പെട്ട പാടെ എനിക്കറിയാം. എന്റെ കഞ്ഞി പാട്ടായിട്ടുണ്ട് അപരാധം പറയുന്നു. എന്നാലും നിന്റെ അച്ചോണ്ണനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകും. അച്ചോണ്ണ, കാണട്ടെ. മര്യാദയ്ക്ക് രണ്ടെണ്ണത്തിന് ഞാൻ കുത്തി മലർത്തും, പറഞ്ഞേക്കാം. നാരായണ, നീ പോ. ഇല്ല, അച്ചോണ്ണ വന്നാലേ ഞാൻ പോവും. എനിക്കും ചോദിക്കാനും പറയാൻ ആളുകളുണ്ടെന്ന് നീ കണ്ടോടി എന്തവളെ. അണ്ണന്മാരെ, നിങ്ങളിങ്ങ് വാ. മാധവാ, കുട്ടി, ഭാസ്കര, ഓടിവാ. എന്റെ ചിറ്റപ്പൻ. ഈ മനുഷ്യനെ ഞങ്ങൾ വഴിയാധാരാക്കിയത്. ഒളിച്ചു താമസിച്ച കണ്ടുപിടിക്കലെന്ന് വിചാരിച്ചു. മതിയുടെ ദിവസം
വിടണോ അവളെ? വീട്ടിൽ കയറി വന്ന് അക്രമം കാണിക്കുന്നു. താനാരാ ചോദിക്കാൻ? എന്റെ ഭാര്യയെ ബാലെ കൊണ്ടുപോകാൻ നടന്നിരിക്കുന്നത്. ആരായാലും ഇവർക്ക് ഇഷ്ടമില്ലാതെ ഇവിടെ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൾ എന്റെ മോളാ. കള്ളും ചാരായം കുടിച്ച് ഒരുപാട് ദ്രോഹങ്ങൾ ഞാൻ എന്റെ കുടുംബത്തിന് ചെയ്തിട്ടുണ്ട്. അതിന് പ്രാശ്ചിത്തായിട്ട് ഒരു നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യണം. ഈ കുഞ്ഞിനെ ഞാൻ വിട്ടുതരില്ല. തടി കേടായിട്ടൊക്കെ മറിക്കും. ഭീഷണിപ്പെടുത്തുന്നോ? കൊല്ലങ്ങൾ പോലീസുകാരനായിരുന്നവനടാ ഞാൻ. കിളവനാണെങ്കിലും ഇപ്പോഴും ആ രക്തം തന്നെയാടാ എന്റെ ശരീരത്തില്. അക്രമം എവിടെ കണ്ടാലും ഞാൻ എതിർക്കും. അതുപോലെ നിന്നെപ്പോലുള്ള ഗുണ്ടകളെ. എടോ, തെക്കേപ്പാട്ട് ജുവലേഴ്സിൽ നിന്നും മോഷ്ടിച്ച സ്വർണം നീ എന്ത് ചെയ്തു? എടാ, മോഷ്ടിക്കുന്നത് നീ, ഇടി കൊള്ളുന്നത് നീ, ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് നീ തന്നെ. പക്ഷെ നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് മറ്റാരുവാ? അതാരാ? അത് ശരി. അയാൾ ഈ സ്വർണമൊക്കെ എന്താ ചെയ്യുന്നത്? ഉരുക്കി വേറെ ഉരുപ്പടി ഉണ്ടാക്കി അവരുടെ കടയിൽ കൊണ്ടുവച്ച് വിൽക്കും. ബേബിച്ചന് പെൺവാണിഭവം ഉണ്ടല്ലേ? എടാ, പെണ്ണ് കച്ചവടം ഉണ്ടോന്ന്? 10-20 പെൺകുട്ടികളെ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അവരെവിടേക്കോ ജോലിക്ക് അയച്ചു. പ്രഭാര, ഇന്ദുവിന്റെ ചിറ്റപ്പം വന്ന് ഇന്ദുവിനെയും അവിടെ അമ്മയെ എങ്ങോട്ടോ പിടിച്ചോണ്ട് പോയി. ഇവനകത്തിട. ഒരു പാവം പോലീസുകാരനെ രക്ഷകരായിട്ട് കിട്ടിയപ്പോ എല്ലാം നേടിയെന്ന് കരുതിയോ അമ്മയും മോളും? എന്റെ മോക്ക് നിങ്ങളുടെ ജോലിയും വേണ്ട, പണവും വേണ്ട. പക്ഷെ എനിക്ക് നിന്റെ മോളെ വേണമല്ലോ. തങ്കപ്പാ, ഈ തള്ള ഇവിടെ ആവശ്യമുണ്ടോ? ഇല്ല മുതലാളി. അക്കൗണ്ട് ബുക്സ്, മേജർ ഫയൽസ് ഒന്ന് പരിശോധിക്കണം. എന്നെ കളിപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് കടന്നു കളഞ്ഞ നിന്നെ വെറുതെ വിടരുതെന്ന് എന്റെ വാശിയായിരുന്നു. ഏതായാലും ഇനി എനിക്ക് നിന്നെ വേണ്ട. ഈ പിള്ളേർ എന്റെ പാർട്ട്നേഴ്സിന്റെ മക്കളാ. കുറെ ദൂരെ നിന്ന് വന്നതാ. അവരെ ഒന്ന് പരിചയപ്പെട്, നിനക്ക് പ്രയോജനം ഉണ്ടായി. ആ SI നമ്മുടെ ഫൈനാൻസ് കമ്പനി റെയ്ഡ് നടത്തുന്നെന്ന്. മന്ത്രിസഭയിലുള്ള നമ്മുടെ പയ്യൻ എനിക്ക് നേരത്തെ സൂചന തന്നിരുന്നു. എല്ലായിടത്തും കയറുന്ന കൂട്ടത്തിൽ നമ്മുടെ ചിട്ടി കമ്പനിയിൽ ഒന്ന് കയറുമെന്ന്. പത്രക്കാരുടെ വായടയ്ക്കാന് ഇവിടേക്കും വരാൻ സാധ്യതയുണ്ടെന്ന്. എങ്കിൽ തൽക്കാലം നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം. മാടി. എസ്റ്റേറ്റ് ബംഗ്ലാവിൽ
ഫയൽ എവിടെ? ഹലോ, ഞാൻ എവിടെയുണ്ടെന്ന് പറയണ്ട. ശരി മാഡം. ദേവച്ചൻ എവിടെയോ? നായർ, ഈ ബേബിച്ചനെ അങ്ങനെ തോൽപ്പിക്കാമെന്ന് കരുതിയോ നീ? നിന്റെ മേലാളന്മാർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാടിയത്. എന്റെ ഒരു ഫൈനാൻസ് സ്ഥാപനമോ ജുവലറിയോ റെയ്ഡ് ചെയ്തെന്ന് വെച്ച് തളരുന്നവനല്ല ഈ ബേബിച്ചൻ. ഒരു ഇൻസ്പെക്ടറുടെ വേഷം കിട്ടിയപ്പോഴേക്കും നീ അങ്ങ് സ്വയം മറന്നു. ഈ വേഷം അഴിച്ചാൽ നീയും വെറും പെണ്ണാണ്. മാത്രമല്ല, നിന്നെപ്പോലൊരു സുന്ദരിക്ക് ചേർന്നല്ല ഈ പരിക്കൻ വേഷം. Well done, Asha. I am really proud of you. Thank you, sir. പക്ഷേ എന്നേക്കാൾ കൂടുതൽ ക്രെഡിറ്റ് അർഹിക്കുന്നവർ പ്രഭാകരനും വാസുവുമാണ്. Yes, I know it. എന്നാലാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ വാസുവിന് ഉറപ്പ് തരുന്നു. വളരെ ഉപകാരം സാർ. പ്രഭാകരന്റെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ഏർപ്പാട് ഞാൻ ഉടനെ ചെയ്യാം. ചിലപ്പോ ഒരു പ്രൊമോഷനും ചാൻസ് ഉണ്ട്. താങ്ക് യു സാർ. ഇത് പ്രഭാകരൻ തീരെ പ്രതീക്ഷ ഉണ്ടാവില്ല. സസ്പെൻഷൻ കഴിഞ്ഞ ഉടനെ പ്രൊമോഷൻ. നീ ഭാഗ്യവാനാണ്ട പ്രഭാകര. അബ്ദുക്ക, ഓ ഞാനൊരു കാര്യം പറഞ്ഞ വിഷമം തോന്നരുത്. എന്തിന്? ഈ എടാ എന്നുള്ള വിളി അങ്ങ് ഒഴിവാക്കണം. ഞാനിപ്പോ നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസറാണ്. മര്യാദക്ക് തൊണ്ടി ഞങ്ങളെ ഏൽപ്പിച്ച് കീഴടങ്ങ്. ഏത് തൊണ്ടി? കള്ള അമർ നീ അല്ലപ്പോ കട്ടോണ്ട്. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കരുത്. അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. അബ്ദുക്ക, അത് ഞാനല്ല. സ്റ്റേഷനിലോട്ട് വരണം. ഞാനല്ല. സ്റ്റേഷനിലോട്ട് വരണം.